राहुल बाबा अपने गठबंधन के लिए केरल के अंदर ऐसी सीट पर जाकर खड़े हैं कि मालूम ही नहीं पड़ता जुलूस निकलता है तो भारत है या पाकिस्तान का जुलूस है. വയനാടിനെ പറ്റി വല്ലതും അദ്ദേഹത്തിന് അറിയും? ഈ രാജ്യത്തിന്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിൽ വയനാട് വഹിച്ച പങ്കിനെ കുറിച്ച് വല്ല ഗ്രാഹ്യം അദ്ദേഹത്തിനുണ്ടോ? സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും പങ്കുവഹിച്ചില്ലെങ്കിലല്ലേ അത്തരം ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ നോക്കൂ. മോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥ് നടത്തുന്ന പ്രചാരവേലക്ക് മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം. വയനാടിനെ അമിത്ഷാ അപമാനിച്ചു എന്ന് പറഞ്ഞ് അത് പ്രധാന വിഷയമാക്കാൻ ശ്രമിക്കുകയാണ് CPM. പിണറായി വിജയൻ നമ്മളിപ്പോൾ കണ്ടതുപോലെ ശക്തമായ വാക്കുകൾ കൊണ്ട് തന്നെ അതിനെ എതിർക്കുന്നു. അത് RSSനെ ആകെ എതിർക്കാൻ ഉതകുന്ന ഒന്ന് എന്ന നിലക്ക് പ്രചാരണ വേദിയിൽ ഉപയോഗിക്കുന്നു. ഇതേ കാര്യം വെച്ച് കോൺഗ്രസിനെയും വിമർശിക്കാനാണ് കോടിയേരി ശ്രമിച്ചത്. കോൺഗ്രസ് ഇതോട് മൃദു സമീപനം പുലർത്തുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. അതെന്തുകൊണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വയനാട്ടിലെ ന്യൂനപക്ഷ വോട്ടുകൾ, ദേശീയതലത്തിൽ പ്രധാനപ്പെട്ട ഹിന്ദുത്വ വോട്ട് ബാങ്ക് എന്നിവയെ ഒരേപോലെ സ്പർശിക്കുന്ന രാഷ്ട്രീയ വിഷയം, ഒരു പ്രാദേശിക വിഷയവും ഒരു സംസ്ഥാന വിഷയവും ഒരു ദേശീയ വിഷയവും എന്ന നിലക്കൊക്കെയാണ് BJP അധ്യക്ഷൻ ദേശീയതലത്തിൽ വയനാടിനെ ഉപയോഗിക്കുന്നതെങ്കിൽ അതേ പ്രശ്നം തങ്ങൾക്കനുകൂലമായ വിധം പ്രയോഗിക്കാനാണ് CPMന്റെ ഇവിടുത്തെ ശ്രമം. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വയനാട് രാഷ്ട്രീയം ആർക്ക് ഗുണം ചെയ്യുന്നതാണ്? കോൺഗ്രസ് ഈ വിഷയത്തോട് മൃദു സമീപനമാണോ സ്വീകരിക്കുന്നത്? എങ്കിലെന്തുകൊണ്ട്? വയനാടിനെ അപമാനിക്കുന്നതായോ ശരിക്കും അമിത്ഷായുടെ പരാമർശം? സ്വാഗതം. ഈ ചർച്ചയുടെ ഭാഗമായുള്ള ചോദ്യം ഇന്ന് ഇതാണ്: അമിത്ഷാ വയനാടിനെ അപമാനിച്ചോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. അമിത്ഷാ വയനാടിനെ അപമാനിച്ചോ എന്നതാണ് ചോദ്യം. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അറിയിക്കാം. BJP നേതാവ് ശ്രീ BV രാജേഷ് തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ ചേരും. CPM നേതാവ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ A സജീവനും രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹം കോഴിക്കോടാണുള്ളത്. അതിഥികളിലേക്ക് വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണനും A സജീവനും കോഴിക്കോട് സ്റ്റുഡിയോയിൽ, ശ്രീ BV രാജേഷ് തിരുവനന്തപുരത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ BV രാജേഷ്, വയനാടിനെ അപമാനിക്കുന്നതായില്ലേ അമിത്ഷായുടെ പരാമർശം? എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം ഒരു അപമാനിക്കൽ പ്രസ്താവന നടത്തിയത്? വയനാടിനെ അപമാനിക്കൽ പ്രസ്താവന എന്ന് എങ്ങനെയാണ് അതിനെ കരുതാൻ സാധിക്കുന്നത്? വയനാടിന്, കേരളത്തിന് ഒരു അസ്തിത്വമുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടം എടുത്താലും അതിന് മുമ്പുള്ള കാലഘട്ടം എടുത്താലും ഒരു അസ്തിത്വമുണ്ട്. അതോടൊപ്പം തന്നെ വയനാട്ടിൽ ഒരുപാട് സാധാരണക്കാർ, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, കർഷകരുണ്ട്. വളരെ നല്ലൊരു സ്ഥലമാണ്. അവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു ആധിപത്യത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ നിൽക്കുമ്പോൾ ആ ഒരു ആധിപത്യം അങ്ങനെ അങ്ങ് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അത് ഇന്ത്യ ചർച്ച ചെയ്യണം. അക്കാര്യം അമിത്ഷാജി രാഷ്ട്രീയ പ്രസംഗത്തിൽ അദ്ദേഹം പറയും. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെ ഒരു ഔദാര്യത്തിൽ ജയിക്കേണ്ട ഒരു അവസ്ഥ AICC പ്രസിഡന്റ് വരുമ്പോഴേക്കും അത് ചൂണ്ടിക്കാട്ടേണ്ട ഒരു രാഷ്ട്രീയ ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതാണ് അമിത്ഷാജിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ചെയ്തത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അതൊരു രാഷ്ട്രീയ വിമർശമാണ്. അത് മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള രാഷ്ട്രീയ വിമർശമായിട്ട് വേണം കാണാൻ എന്നാണ് BJPക്ക് വേണ്ടി BV രാജേഷ് പറയുന്നത്. അങ്ങനെ എടുത്താൽ പോരെ? അങ്ങനെ എടുക്കാൻ പറ്റില്ല സനീഷേ. BJP കൈകാര്യം ചെയ്യുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് മിസ്റ്റർ അമിത്ഷായുടെ പ്രസ്താവനയിലൂടെ പുറത്തു വന്നത്. നേരത്തെ ഈ RSSൻ്റെ വിദ്യാഭാരതി സ്കൂളുകളിൽ ഇന്ത്യയുടെ വിപരീത പദമായിട്ട് ഭാഷ പഠിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ വിപരീത പദമായിട്ട് പാകിസ്ഥാനെ പഠിപ്പിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഇന്ത്യയുടെ ഒരു അപരത്വം പാകിസ്ഥാനെ ചൂണ്ടിക്കാണിച്ച് നിർമ്മിക്കാൻ എപ്പോഴും BJP ശ്രമിച്ചിട്ടുണ്ട്. ചരിത്രപരമായിട്ട് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ഭിന്നിപ്പിക്കാനാണ് ദ്വിരാഷ്ട്രവാദം ഉയർന്നു വന്നത്. ഹിന്ദു രാഷ്ട്രവാദവും മുസ്ലിം രാഷ്ട്രവാദവും. മുസ്ലിങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രമാകണമെന്ന വാദം മുന്നോട്ട് വെച്ചത് മുസ്ലിം ലീഗാണ്, ജിന്നയാണ്. മുസ്ലിങ്ങളൊരു പ്രത്യേക രാഷ്ട്രമായി മാറുകയും 47 ശേഷം അത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി മാറുകയും ചെയ്തു. ആ രാഷ്ട്രത്തോട് ചരിത്രപരമായി, പ്രത്യേകിച്ച് വിഭജനകാലത്തുണ്ടായ കൂട്ടക്കൊലകൾ, അതുണ്ടാക്കിയ ജീവിത ദുരിതങ്ങൾ, ഇതെല്ലാം തന്നെ എന്താണ്, പാകിസ്ഥാനും ഇന്ത്യയും എന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതാപരമായ ഒരു മനോഭാവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെ ആളിക്കത്തിക്കുകയാണ് എല്ലാ കാലത്തും സംഘപരിവാർ ചെയ്തുകൊണ്ടിരുന്നത്. ആ സംഘപരിവാറിൻ്റെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട പ്രതിഫലനമാണ് വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ചുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളെയാകെ അപമാനിക്കുകയാണ് മിസ്റ്റർ അമിത്ഷാ ചെയ്തിരിക്കുന്നത്. വയനാടിൻ്റെ ചരിത്രം എന്താണ്? അമിത്ഷാക്കും
ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ സുഹൃത്ത് രാജേഷിനും ഒട്ടും പരിചയമില്ലാത്ത, അവരുടെ രക്തത്തിൽ ഒരിക്കലും ഓടിയിട്ടില്ലാത്ത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ, ദേശാഭിമാന ബോധത്തിൻ്റെ, പഴശ്ശിയെപ്പോലുള്ള ധീരന്മാരായ രണോത്സുകമായ പോരാട്ടങ്ങൾ നയിച്ചിട്ടുള്ള ആളുകളുടെ നാടാണ് വയനാട്. വയനാട്ടിലെ ആദിവാസികൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റെല്ലാ പ്രദേശങ്ങളിലെ ആദിവാസികളെപ്പോലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ടുള്ള സമരത്തിൽ ധീരോദാത്തമായ പങ്ക് വഹിച്ചവരാണ്. എടച്ചേരി കുങ്കനെപ്പോലുള്ള കുറിച്ച കലാപകാരികൾ എന്ന് പറയുന്നത് ചരിത്രത്തെ ജ്വലിപ്പിച്ച് നിർത്തിയാളാണ്. അത്തരത്തിലുള്ളൊരു പ്രദേശത്തെ, ആദിവാസി പ്രധാനമായ ഒരു മണ്ഡലത്തെ അമിത്ഷായെ പോലെയുള്ളൊരു സവർണ രാഷ്ട്രീയത്തിൻ്റെ വക്താവ്, ഹിന്ദുത്വ ഫാസത്തിൻ്റെ വക്താവ്, ഹിന്ദു രാഷ്ട്രവാദത്തിൻ്റെ വക്താവ് പാകിസ്ഥാനാണ് ഈ വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വയനാട്ടിലെ ജനങ്ങളെ ആകെ അപമാനിക്കലാണ്. മുസ്ലിം ലീഗിനോട് BJPക്ക് എന്തെങ്കിലും ഐത്തമുണ്ടോ കേരളത്തിൽ? മിസ്റ്റർ രാജേഷിന് ഓർമ്മയുണ്ടാവണമെന്നില്ല, അദ്ദേഹം എന്നേക്കാൾ ചെറുപ്പമായ ഒരാളാണല്ലോ. 1991 വടകരയിലും ബേപ്പൂരിലും മുസ്ലിം ലീഗുമായി കൂട്ടിച്ചേർന്ന് സഖ്യമുണ്ടാക്കിയ ആളുകളാണ്. മുസ്ലിം ലീഗ് വിരോധമല്ല, ഇത് മുസ്ലിം വിരോധമാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായ ഒരു വിമർശനമല്ല, BJP പിന്തുടരുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാണ്. ആ രീതിയിൽ തന്നെ വയനാട്ടിലെ ജനങ്ങൾ അത് എടുക്കുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ VV രാജേഷ്, അതാണ് മോശമായൊരു സ്ഥലമാണ് പാകിസ്ഥാൻ, അതുകൊണ്ട് അതുപോലെ തന്നെ മോശമായൊരു സ്ഥലമാണ് വയനാട്. അത് മുസ്ലിം ലീഗിനോടുള്ള വിരോധം കൊണ്ടല്ല, മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ടാണ് പാകിസ്ഥാനും വയനാടും ചേർത്ത് വെച്ച് നിങ്ങൾ എതിർക്കുന്നത്, അമിത്ഷാ എതിർക്കുന്നത്. അതൊരു രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമല്ല, നിങ്ങളുടെ വർഗീയമായിട്ടുള്ള കണ്ണുകൊണ്ടുള്ള നോട്ടത്തിലുണ്ടാകുന്ന ഒരു വിദ്വേഷ പ്രസ്താവനയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഈ CPM പറയുന്നത് വെച്ചിട്ട് അങ്ങ് വസ്തുതകളെ വിലയിരുത്തരുത്. കാരണം നെഗറ്റീവ് പൊളിറ്റിക്സിൻ്റെ ആൾക്കാരാണ്. ഞാനിവിടെ ഇന്ത്യയിലെ ഒരു സ്കൂളിലും ഇന്ത്യയുടെ വിപരീതമാണ് പാകിസ്ഥാൻ എന്ന് കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ട്, എവിടെയാണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ്റെ സിലബസ് അദ്ദേഹം കണ്ടു കാണും. പാകിസ്ഥാനിലെ പല മദ്രസകളിലും തീവ്രവാദ ക്യാമ്പുകളിലും ഇന്ത്യയുടെ വിപരീതമാണ് പാകിസ്ഥാൻ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ വിപരീതമാണ് ഇന്ത്യ എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷേ SDPIയുമായിട്ടോ NDFുമായിട്ടോ ഒക്കെ എപ്പോഴെങ്കിലും CPM കൂട്ടുചേർന്നപ്പോഴേക്കും അദ്ദേഹം ആ സിലബസ് വായിച്ചിട്ടുണ്ടാകാം. എന്തായാലും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്കൂളിലും അത്തരത്തിലൊരു സിലബസ് പഠിപ്പിക്കുന്നില്ല എന്നുള്ള വസ്തുത അദ്ദേഹത്തെയും പ്രേക്ഷകരെയും ഞാൻ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അമിത്ഷാജി വയനാടിന് യാതൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ ഒരു ഗ്രാമത്തെയും അദ്ദേഹം അത്തരത്തിലൊന്നും വിമർശിക്കുന്ന ആളോ അങ്ങനെ വിമർശിക്കാൻ സാധിക്കുന്ന പ്രത്യയശാസ്ത്രമോ അദ്ദേഹത്തിൻ്റെ ഉള്ളില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹമല്ല, ഇപ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന ആ കൊടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ കൊടിയുടെ ഒരു അതിപ്രസരം, മുസ്ലിം ലീഗിൻ്റെ കൊടി പറത്താൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അല്ല, ശ്രീ VV രാജേഷ്, ഇവിടെ ഞാൻ ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി, താങ്കൾക്കും പ്രേക്ഷകർക്കും ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പറഞ്ഞുകൊള്ളട്ടെ. ശ്രീ VV രാജേഷ്, അതായത് ഇവിടെ പാകിസ്ഥാനിലേക്ക് എന്ന് ദേഷ്യം പിടിച്ചാൽ നിങ്ങളുടെ ആളുകളോട് പറയുന്നത് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് എന്നാണ്. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ എന്തോ മോശമായൊരു സ്ഥലമാണ് എന്നത് നിങ്ങൾ എല്ലാ കാലത്തും നിങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വയനാട്ടിൽ ഈ മുസ്ലിം ലീഗിൻ്റെ പതാകയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വന്നിട്ട് അതിനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ്. അമിത്ഷാ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ, നോക്കൂ, അവിടുത്തെ ഈ പതാകകളൊക്കെ ഉയരുന്നത് കണ്ടാൽ അവിടെ വയനാട് എന്ന് പറയുന്ന ഈ മണ്ഡലം പാകിസ്ഥാനാണെന്ന് തോന്നും എന്നാണ്. അതായത് പാകിസ്ഥാൻ സ്വന്തം നിലക്ക് എന്തെങ്കിലും കുഴപ്പം പിടിച്ച സ്ഥലമായിട്ടല്ല, പാകിസ്ഥാനിലേക്ക് എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാൻ ഒരു വളരെ മോശം സ്ഥലമാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് അതുപോലെ മോശമായൊരു സ്ഥലം പോലെ തോന്നുന്നു വയനാട് എന്ന് പറയുമ്പോൾ പിന്നെ അത് അപമാനമല്ലാതെ എങ്ങനെയാണ് ആവുക? അതൊരു വയനാടുകാരൻ കേൾക്കുമ്പോൾ ഞങ്ങളുടെ നാടിനെ ഒരു മോശം കാര്യമായിട്ടാണല്ലോ ചിത്രീകരിക്കുന്നത് എന്ന് തോന്നൽ തന്നെയല്ലേ ഉണ്ടാവുക. അതിപ്പോൾ ഒരു BJPക്കാരന് പോലും അങ്ങനെ തോന്നില്ലേ? ഇതിൽ 90% സനീഷിൻ്റെ വ്യാഖ്യാനമാണ്. അമിത്ഷാജി പറഞ്ഞത് അവിടെയുള്ള കൊടികൾ പാറുന്നത് കണ്ടാൽ അദ്ദേഹം മത്സരിക്കുന്നത് പാകിസ്ഥാനിലാണോ അദ്ദേഹം പോയിരിക്കുന്നത് എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് ലീഗിൻ്റെ അതിപ്രസരം എന്നാണ് പറഞ്ഞത്. അത്രേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 2 തവണ ഇടപെട്ടു, ഇനി ഇടപെടരുത്. ബാക്കിയെല്ലാം തന്നെ അങ്ങയുടെ വ്യാഖ്യാനം മാത്രമാണ്. ഇവിടെ ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പം സനീഷ് ഇപ്പോൾ ഒരു പദം ഉപയോഗിച്ചു, രാജേഷ് നിങ്ങൾ പറയും പാകിസ്ഥാനിലോട്ട് നിങ്ങൾ പറയും, അങ്ങനെയല്ല, സ്പെസിഫിക് ആയിട്ട് പറയണം. BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷനോ പ്രധാനമന്ത്രിയോ ഞങ്ങളുടെ ചുമതലപ്പെട്ട വക്താക്കളോ ആരെങ്കിലും അത്തരത്തിലുള്ള പദപ്രയോഗം നടത്തിയിട്ടുണ്ടോ? ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരും നടത്തിയിട്ടില്ല. ആരെങ്കിലും എവിടെയെങ്കിലും നടത്തുന്ന ഒരു പ്രസ്താവന എടുത്ത് പാർട്ടിയുടെ ഔദ്യോഗിക വേർഷൻ അല്ലാത്തൊരു പ്രസ്താവന എടുത്ത് വെച്ചുകൊണ്ട് അത് ഞങ്ങളുടെ മേൽ ചാർത്തണ്ട. ഞാൻ ഒരു കാര്യം എല്ലാ ചർച്ചയിലും പറയുന്നത്, ഇവിടെയും അടിവരയിടുന്നു, മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രവർത്തകർ, സഹോദരന്മാർ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് BJP. ഞങ്ങളുടെ ഇന്നലെയും ഇന്നുമൊക്കെ ഷാനവാസ് ഹുസൈൻ മലബാർ മേഖലയിൽ പര്യടനം നടത്തുകയാണ്. മുക്താർ അബ്ബാസ് നഖ്വി പാർട്ടിയുടെ നയം തീരുമാനിക്കുന്ന വ്യക്തിയാണ്. നജ്മ ഹെപ്തുള്ള ഞങ്ങളുടെ കേന്ദ്രമന്ത്രിയായിരുന്നു, ഞങ്ങളുടെ ഗവർണറാണ്.
നിരവധി AK നസീർ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള സ്നേഹമൊന്നും ഞങ്ങളോട് CPM-ഓ കോൺഗ്രസോ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കപട മതേതരത്വം പറയാൻ ഞങ്ങളെ കിട്ടുകയില്ല. ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ സനീഷേ, ഞങ്ങൾ ലീഗിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിൽ എന്താ തെറ്റ്? 1948 മദ്രാസ് രാജാജി ഹാളിൽ വച്ച് പുനരുജ്ജീവിപ്പിക്കപ്പെട്ട മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗ് അന്ന് പുനരുജ്ജീവിച്ചപ്പോൾ മലബാർ ജില്ലാ പ്രസിഡന്റ് ഒരു സത്താർ സേട്ടായിരുന്നു. സുലൈമാൻ സേട്ടിൻ്റെ ഒരു ബന്ധു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ സത്താർ സേട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പാകിസ്ഥാൻ പൗരത്വം സ്വീകരിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയി. അവിടെ നിന്ന് അടുത്ത നാളുകൾ തന്നെ അദ്ദേഹം സൗദിയിൽ പാകിസ്ഥാൻ അംബാസഡറായിട്ട് പോയി. മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ്. അപ്പോൾ വിഭജനത്തിൻ്റെ ബീജം പേറുന്നവരാണ് അതിൻ്റെ പല നേതാക്കളുമെന്ന് ഞങ്ങൾ പറയുമ്പോൾ എന്തിനാണ് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ പറയുന്നത്? ഇത് വസ്തുതയാണ്. അക്കാരണം പറഞ്ഞുകൊണ്ടല്ലേ 1960 കോൺഗ്രസ് ഉൾപ്പെടുന്ന മന്ത്രിസഭയിൽ ലീഗിനെ മന്ത്രിയാക്കാൻ സ്പീക്കറായിട്ട് മാറ്റി നിർത്തിയത്? EMS എത്രയോ തവണ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ലീഗുമായിട്ടുള്ള ബദൽ രേഖ അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അവരുടെ ഉൾപ്പെടെ സീനിയർ നേതാവായിട്ടുള്ള MP രാഘവന് CPM-ൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളത്. ശ്രീ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞതിൻ്റെ അത്രത്തോളം ആരാ ലീഗിനെ തള്ളിപ്പറഞ്ഞിട്ടുള്ളത്? ജവഹർലാൽ നെഹ്റു ചത്ത കുതിര എന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടല്ലേ ജവഹർലാൽ നെഹ്റുവിൻ്റെ രക്തത്തിൽപ്പെട്ട രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് ലീഗിനെ കെട്ടിപ്പുണരുന്നത്? അങ്ങനെ വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ലീഗിൻ്റെതായ രാഷ്ട്രീയം ഞങ്ങൾക്ക് പറയണം. ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് ഭയക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അമിത്ഷാജിയുടെ സ്വത്വത്തെയോ അമിത്ഷാജിയുടെ ദേശീയ ബോധത്തെയോ ഒന്നും CPM ചോദ്യം ചെയ്യേണ്ട. അതിന് CPM വളർന്നിട്ടില്ല. ഞങ്ങൾ വസ്തുതകൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. കാണിക്കുന്നില്ലേ കോടി? അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. വയനാടിനോടുള്ള വിമർശനമല്ല, അപമാനിക്കലല്ല, അത് മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള വിമർശനമാണെന്നാണ് ശ്രീ VV രാജേഷ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ VV രാജേഷ്, താങ്കളുടെ ശ്രദ്ധയിലേക്കായിട്ട് ഒരൊറ്റ ചെറിയ ഗോ ടു പാകിസ്ഥാൻ BJP എന്ന് ഗൂഗിൾ ചെയ്താൽ ഒരു 5-10 ലീഡർമാരുടെ പ്രസ്താവനകൾ പാകിസ്ഥാനിലേക്ക് പോകൂ, പാകിസ്ഥാൻ മോശമിടമാണ് എന്ന് പറയുന്ന പ്രസ്താവനകൾ എനിക്ക് മുന്നിൽ വരും. അതിൽ ചിലത് ഞാൻ കാണിച്ചു തരാം, ഒന്ന് പെട്ടെന്ന് വായിച്ചു പോകാം. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ GVL നരസിംഹ ഒരിക്കൽ പറഞ്ഞതായിട്ട് ഇതിനകത്ത് കാണുന്നു. രാഹുൽ ഗാന്ധിയോട് പോകാൻ പറഞ്ഞു എന്നാണ്. നിങ്ങളുടെ ഒരു ഗുജറാത്ത് ചീഫ് ജിത്തു വാഘാനി 2018 ഡിസംബർ 31 സീനിയർ കോൺഗ്രസ് ലീഡർ മധുസൂദൻ മിസ്ട്രിയോട് ഗോ ആൻഡ് ലിവ് ഇൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ BJPയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരും നേതാക്കളുമായിട്ടുള്ള ആളുകൾ UR അനന്തമൂർത്തി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനോട് പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് കത്തെഴുതിയത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊക്കെ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ഗുജറാത്ത് ചീഫ് അടക്കമുള്ള ആളുകൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ വിഷയം. ഞാൻ താങ്കളെ അങ്ങോട്ട് ഡിഫെൻഡ് ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി അല്ലല്ലോ ഈ ചർച്ച നടത്തുന്നത്. അതുകൊണ്ട് ഒരു വസ്തുതാവിരുദ്ധമായ കാര്യം വന്നുകൊണ്ടിപ്പോൾ ഞാൻ തിരിച്ചു വരാം. ആ മറുപടി കൂടെ അവിടെ കാത്തു വെച്ചോ. ഞാൻ തിരിച്ചു വരാം. താങ്കൾക്ക് ആ മറുപടിയിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ വിഷയം അതല്ലോ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള വിമർശനം നിങ്ങൾക്കുമുണ്ട്. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന അഭിപ്രായം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാക്കാരാട്ട് പോലും കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചതാണ്. അത് അവരുടേതായ ഭാഷയിൽ പറയുന്നു എന്നല്ലാതെ, ഇതാ നോക്കൂ, മുസ്ലിം ലീഗ് എന്നൊരു വർഗീയ പാർട്ടി അവിടെ പ്രവർത്തിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പാകിസ്ഥാൻ ശത്രുരാജ്യമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നല്ലാതെ വയനാടുകാരെ അപമാനിക്കുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് പൂർണ്ണമായി ശരിയാകുമോ? അമിത്ഷായുടെ പ്രസ്താവന ഒരു രാഷ്ട്രീയ വിമർശനമല്ല, അത് BJP സംഘപരിവാർ പ്രതികരിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ അങ്ങേയറ്റം വിദ്വേഷപൂർണമായ ഒരു പ്രകാശനം, ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത്. വയനാട്ടിൽ പച്ചക്കൊടിയുണ്ട്, രാഹുൽ ഗാന്ധി ലീഗിൻ്റെ പിന്തുണ നേടുന്നുണ്ട്, ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കേണ്ടത് വയനാട് പാകിസ്ഥാനാണെന്ന് പറഞ്ഞുകൊണ്ടാണോ? ആ ഭാഷാ പ്രയോഗത്തിൽ തന്നെ വിദ്വേഷത്തിൻ്റെതായ, തങ്ങളുടേതായ ഒരു ഫാസിസ്റ്റ് അജണ്ടയുടേതായ വളരെ ശക്തമായ പ്രതിഫലനമുണ്ട്. ആ കാര്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. എൻ്റെ സുഹൃത്ത് VV രാജേഷ് ഇവിടെ പറഞ്ഞു, അദ്ദേഹത്തിന് അറിയില്ല പോലും വിദ്യാഭാരതി സ്കൂൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. 80കളുടെ അവസാനവും 90കളിലും ഇന്ത്യ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഡൽഹി സർവകലാശാല നളിനി ജലീല ഒരു വിദ്യാഭ്യാസ വിചക്ഷണയാണ്. അവർ സംഘപരിവാർ ഉൾപ്പെടെയുള്ള മത സംഘടനകൾ നടത്തുന്ന പാഠശാലകളിൽ, സ്കൂളുകളിൽ, ഈ അൺഎയ്ഡഡ് സ്കൂളുകളിലെ സിലബസുകളെക്കുറിച്ച് പഠനം നടത്തി. ആ സിലബസുകളെക്കുറിച്ചുള്ള പഠനങ്ങളിലാണ് കുഞ്ഞു പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ
ഇങ്ങനെ പാകിസ്ഥാൻ വിരോധവും മുസ്ലിം വിരോധവും ഒക്കെ പഠിപ്പിക്കുന്ന ഗണിതശാസ്ത്രത്തിലും ഭാഷാശാസ്ത്രത്തിലും സാമൂഹ്യശാസ്ത്രത്തിലുമൊക്കെ ഇങ്ങനെ മതവിദ്വേഷം പടർത്തുന്ന പാഠഭാഗങ്ങൾ കണ്ടെത്തിയത് അത് വിവാദപരമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. 2004 ഇടതുപക്ഷം UPക്ക് കൊടുത്ത പിന്തുണയിൽ ഒരു കാര്യം ഇതുകൂടിയായിരുന്നു, ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ഇത്തരം സ്കൂളിലെ സിലബസുകൾ നിർത്തലാക്കണമെന്നുള്ളത്. VV രാജേഷിനെ പോലുള്ള സുഹൃത്തുക്കൾ വർത്തമാനം പറഞ്ഞ് മിടുക്കന്മാരാകാമെന്ന് ചിന്തിക്കരുത്. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിക്കലും പങ്കെടുക്കാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് നിങ്ങൾ. രാജ്യം ഇന്നത്തെ ദേശീയത രൂപീകരിക്കുന്നതിൽ നിങ്ങൾക്കൊരു പങ്കുമില്ല. ഇന്നത്തെ ഇന്ത്യ ഉണ്ടാക്കാനുള്ള സംയോജന പ്രക്രിയ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള ഒരാളുടെ കരുത്താർന്ന നേതൃത്വത്തിൽ നിങ്ങൾ തന്നെ ഇരുമ്പ് മനുഷ്യൻ എന്ന് വിളിക്കുന്ന, ഉരുക്ക് മനുഷ്യൻ എന്ന് വിളിക്കുന്ന മുന്നേറിയപ്പോൾ നിങ്ങൾ ദോഗ്രി രാജാവിൻ്റെ കൂടെയായിരുന്നു. നിങ്ങൾ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരുടെ കൂടെയായിരുന്നു. ഇന്ത്യ സംഭവത്തിൽ മുസ്ലിം ലീഗിനെതിരായുള്ള വിമർശം നിങ്ങൾക്കുമുണ്ട്, അവർക്കുമുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ രാഷ്ട്രീയ ഭാഷയിൽ പറയുന്നു, അവർ അവരുടേതായ രാഷ്ട്രീയ ഭാഷയിൽ പറയുന്നു. ഈ മുസ്ലിം ലീഗിനെതിരായുള്ള രാഷ്ട്രീയ വിമർശം എന്നത് വസ്തുതാപരമല്ലേ? അത് വിമർശിക്കപ്പെടേണ്ടതാണ്. ഇവിടെ നോക്കൂ, രാഹുൽ ഗാന്ധി പോയി മത്സരിക്കുന്ന ഒരു സ്ഥലം മുസ്ലിം ലീഗുകാരുടെ പ്രധാനപ്പെട്ട ഇടമാണ് എന്ന് അമിത്ഷാ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിനകത്ത് ഈ കാര്യം പറഞ്ഞാൽ വിലപ്പോകുന്നിടത്ത് പറയുന്നതിൽ ആ തരത്തിലുള്ള രാഷ്ട്രീയ പിശക് കാണേണ്ടതില്ലല്ലോ. ഈ പറയുന്ന ചരിത്രങ്ങളെല്ലാം ശരിയായിരിക്കാം. അവർക്ക് മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും പാകിസ്ഥാനും ഒക്കെ എതിർക്കപ്പെടേണ്ടതായിരിക്കാം. പക്ഷെ അവരത് പറയുന്നതിൽ രാഷ്ട്രീയമായിട്ടൊരു വിമർശനം എന്ന നിലയിൽ ആ വിമർശം മുസ്ലിം ലീഗും കോൺഗ്രസും അർഹിക്കുന്നതാണ് എന്ന് കാണണ്ടേ? മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അതിനെ അദ്ദേഹത്തിന് വിമർശിക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അതല്ലല്ലോ. വയനാട് പാകിസ്ഥാനാണ്. ഇപ്പോൾ രാജേഷ് ചൂണ്ടിക്കാണിക്കുന്നതാണ്, വയനാട്ടിൽ പച്ചക്കൊടി പാറുന്നത് ലീഗ് ഉൾപ്പെട്ട ഒരു മുന്നണിയുടെ സ്വീകരണ യോഗങ്ങളിലാണ്, രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നിടത്താണ്, റോഡ് ഷോകളിലാണ്. വയനാട്ടിലെ ജനങ്ങളെ എടുത്തു നോക്കുമ്പം അവരെല്ലാം തന്നെ ഈ പച്ചക്കൊടി പിടിക്കുന്നവരെല്ലാം പാകിസ്ഥാനിലാണെന്നാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ വർഗീയമാണ്. പക്ഷെ ആ വർഗീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം പാകിസ്ഥാൻകാരാണ്, പാകിസ്ഥാൻ കൊടി പിടിക്കുന്നവരാണ് എന്ന രീതിയിലാണ് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിൽ അത് കടുത്ത വിദ്വേഷ രാഷ്ട്രീയമാണ്. ആ വിദ്വേഷ പ്രസ്താവന അങ്ങേയറ്റം കുറ്റകരമാണ്. രാജ്യത്തിന്റെ ഐക്യത്തെയും രാജ്യത്തിന്റെ അഖണ്ഡതയും ബഹുസ്വരതയും ഒക്കെ നിഷേധിക്കുന്ന വളരെ മോശപ്പെട്ട ഒരു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ VV പ്രകാശ് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാജേഷ് ഞാൻ താങ്കളിലേക്ക് വരാം. ഒന്ന് ശ്രീ A സജീവനിലേക്ക് പോയതിനു ശേഷം അദ്ദേഹം കുറച്ചു നേരമായിട്ട് അവിടെ ഇരിക്കുകയാണ്. ശ്രീ A സജീവൻ, ഇവിടെ മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള ഈ വിമർശം, വയനാടിനെ അപമാനിക്കുന്ന തരത്തിലുള്ള വിമർശം വന്നിട്ട് പോലും കോൺഗ്രസ് ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ് എന്നാണ് ഇതോട് ചേർത്ത് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. കോൺഗ്രസിന് ഇതിനെ നേരാംവണ്ണം പ്രതിരോധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വയനാട്ടിലുണ്ടോ? നമ്മളിതിന് കാണേണ്ടേ, അതിലേക്ക് താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പേ, ഇത് വയനാടിനെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടത്തിയൊരു കാര്യമൊന്നുമല്ല. ഇത് വളരെ കൃത്യമായ ലക്ഷ്യത്തോട് കൂടിയിട്ട് നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ പറയുന്നത് വയനാട്ടിൽ ഇതൊരു ചലനമുണ്ടാക്കും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ BJPക്ക് ദോഷകരമായിട്ടുള്ള ചലനമുണ്ട്. പക്ഷേ ആ വലിയ ഒരു നേട്ടം, വലിയ ഇര ഈ ഇട്ടുകൊണ്ട് വലിയൊരു മീനിനെ പിടിക്കാനുള്ള ശ്രമമാണ് BJP മൊത്തമായിട്ട് ഉത്തരേന്ത്യയിൽ നടത്തുന്നത്. അവർക്കിടയിൽ മുസ്ലിം ലീഗില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കണ്ടാൽ പാകിസ്ഥാനാണെന്ന് തോന്നുന്നത് പാകിസ്ഥാൻ എന്ന വാക്ക് തന്നെയാണുള്ളത്. അത് ഉണ്ടാക്കുന്ന, ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കുന്ന വലിയൊരു ചലനമുണ്ട്. അത് അവിടെ വർഗീയത തന്നെയാണ് ലക്ഷ്യം. ഇപ്പം നമ്മൾ മുസ്ലിം ലീഗ് വർഗീയമാണോ അല്ലേ എന്നൊക്കെ പറഞ്ഞല്ലോ. അതല്ല, ആ പറയുന്ന ആളുകളുടെ ലക്ഷ്യം എന്താണ്? അവരവിടെ വർഗീയമായിട്ട് കളിക്കുന്നു. നരേന്ദ്രമോദി ഇതേപോലെ കളിക്കുന്നു, ഈ യോഗി ആദിത്യനാഥ് ഇതേപോലെ കളിക്കുന്നു. അവരൊക്കെ അമിത്ഷാ കളിക്കുന്ന അതേ കളിയാണ്. നമ്മളിപ്പോൾ കേൾക്കുന്ന അമിത്ഷായുടെ വാക്കാണ് കേട്ടത്, യോഗി ആദിത്യനാഥിൻ്റെ വാക്കാണ് കേട്ടത്. അതിനപ്പുറത്ത് 10,000-കണക്കിന് BJP നേതാക്കന്മാരും പ്രവർത്തകരും ഇതേപോലെ എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞു നടക്കുന്നത് ഇതാ, രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പാകിസ്ഥാനിൽ പോയിട്ട് മത്സരിക്കുക. ഇതിൻ്റെ അർത്ഥം അത് ഉണ്ടാക്കിയെടുക്കുന്നൊരു ചലനം, അതിൻ്റെ വർഗീയ അജണ്ട നമ്മൾ ആദ്യം കാണണം. ഇനി ഇത് കോൺഗ്രസ് നേരിടുന്നത്, എനിക്ക് തോന്നുന്നു കോൺഗ്രസ് കുറേ കൂടി ശക്തമായിട്ട് ഇത് നേരിടേണ്ടതായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാർട്ടിയെ, ഇപ്പം മുസ്ലിം ലീഗ് വർഗീയമാണോ അല്ലേ എന്നുള്ളതൊക്കെ ഇപ്പോൾ കുഞ്ഞുകണ്ഠ ഇതിൽ പറയാം, രാജേഷ് രീതിയിൽ പറയാം. പക്ഷേ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച സംസ്ഥാന തലത്തിലുള്ള ഒരു പാർട്ടിയാണല്ലോ. അവർ 48 മുതൽ അവരിവിടെ സജീവമായിട്ടുണ്ടല്ലോ. അതിൽ സത്താർ സേട്ട് പോയതിൻ്റെ പേരിൽ ഈ മുഴുവൻ മുസ്ലിം ലീഗുകാരും ഈ ഭാരം ചുമക്കേണ്ടതില്ലല്ലോ.
അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ ഇങ്ങനെ പറയുമ്പോൾ തങ്ങളുടെ സഖ്യകക്ഷിയായ ഒരു പാർട്ടിയെ ഈ തരത്തിൽ അവമാനിക്കുമ്പോൾ അതിനേക്കാളൊക്കെ അപ്പുറത്ത് അവരുടെ കൊടി പിടിക്കാതെ പറ്റുമോ? രാഹുൽ ഗാന്ധി വരുമ്പോൾ കൊടി മാറ്റി വെക്കണമെന്ന് പറയാൻ പറ്റും. അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരേണ്ടതായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ. പക്ഷെ അവരത്ര ശക്തമായിട്ട് വന്നില്ല. ഇത് CPM ഇത് ലീഗിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ വിചാരിക്കും. അവർക്കിതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് കൃത്യമായിട്ട് പറ്റും. അതുകൊണ്ട് അവർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, KT ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നതിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യമുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് താങ്കൾ ചോദിച്ച പോലെ കോൺഗ്രസ് നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ഞങ്ങൾ ലീഗിൻ്റെ കൂടെ മത്സരിച്ചാൽ എന്താണ് കുഴപ്പം? ഐക്യമുന്നണിയിൽ ലീഗ് ഉണ്ടായിട്ട് തുടക്കം മുതലുള്ളതാണല്ലോ, അന്ന് മുതൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതല്ല, അതിന് വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ, അതിന് വേണ്ട രീതിയിൽ ചെറുക്കാൻ കോൺഗ്രസിൻ്റെ ഭാഗത്ത് കാര്യമായ ശ്രമം ഉണ്ടായില്ല എന്നുള്ള കാര്യം അവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ്. BJPയുടെ ഈ ദേശീയ തലത്തിൽ തന്നെ BJP ഉണ്ടാക്കിയെടുക്കുന്ന ഈ കുതന്ത്രങ്ങൾ, ഇതുമൂലം ഉണ്ടാക്കുന്ന വർഗീയമായ ചേരിതിരിവിന് വേണ്ടിയുള്ള ശ്രമത്തെ അത് പൊക്കിപ്പിടിച്ച് കൊണ്ടുവരേണ്ട. ഇവിടുത്തെ ജയിച്ചാലും തോറ്റാലും മതേതര വിശ്വാസികളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ശരിയായ നിലപാടിലാണ് നിൽക്കുന്നതെന്ന് കാണിക്കേണ്ടേ? അതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിരിക്കുന്നു, വേണ്ടത്ര രീതിയിൽ വിജയിച്ചില്ല എന്നെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ശ്രീ VV പ്രകാശ്, ഇവിടെ പരാതി കൊടുക്കുന്നത് CPM ആണ്. പഴയ ചരിത്രവും ഓർമ്മിപ്പിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ പങ്കെടുത്തില്ല എന്ന് പരിഹസിച്ചുകൊണ്ട് അമിത്ഷായ്ക്ക് മറുപടി കൊടുക്കുന്നത് CPM ആണ്, പിണറായി വിജയനാണ്. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ശക്തമായിട്ട് വരുന്നതായി കാണുന്നില്ല. മുസ്ലിം ലീഗിനെ അതിശക്തമായിട്ട് അവർക്ക് പറയാവുന്നതിൽ ഏറ്റവും ചീത്ത വാക്കായിട്ടുള്ള പാകിസ്ഥാൻ എന്നത് ചേർത്ത് വെച്ചിട്ട്, അത് ശരിയോ തെറ്റോ എന്നതല്ല, അവരുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയ എതിർപ്പിൻ്റെ സ്വരം ആ വാക്കിലൂടെയാണ് പുറത്തു വരാറ്. അത് പറഞ്ഞുകൊണ്ട് എതിർക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ശക്തമായിട്ട് എതിർക്കാത്തതിനെ? അദ്ദേഹം ടെലിഫോണിലില്ല, അദ്ദേഹത്തിലേക്ക് ഒന്നുകൂടെ എത്താം. അദ്ദേഹം ടെലിഫോണിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ കട്ടായി പോയതാണ്. ശ്രീ VV രാജേഷ്, താങ്കൾക്ക് പറയാനുള്ളത് പറയാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അവർ വീണ്ടും ആവർത്തിച്ചു എവിടെയോ എന്തോ സിലബസ് എന്നൊക്കെ പറയുന്നതല്ലാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപക്ഷെ ഇപ്പോൾ പ്രിപ്പയറായി വന്നു കാണില്ല, എങ്കിലും എവിടെന്നെങ്കിലും ആ സിലബസ് കണ്ടുകിട്ടണമെങ്കിൽ ഒന്നുകിൽ അങ്ങ് പരസ്യപ്പെടുത്തണം, അല്ലെങ്കിൽ സനീഷിനെ ഏൽപ്പിക്കണം. അല്ലാതെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മേൽ ആരോപിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട, അത് ജനം തള്ളിക്കളയും. അങ്ങനെ സിലബസ് അങ്ങനെയുള്ള കാട്ടിക്കഴിഞ്ഞാൽ ഞാനത് സമ്മതിക്കാനോ അല്ലെങ്കിൽ ഞാൻ വിലയിരുത്താനോ തയ്യാറാണ്. വേറൊന്ന്, ഇവിടെ MI ഷാനവാസ് 2 തവണ അവിടെ നിന്ന് MP ആയി. ഞങ്ങൾ ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള പ്രചരണം ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ശ്രീ MI ഷാനവാസ് ഒരു സമുന്നതനായ കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹം വയനാട് കോൺഗ്രസിൻ്റെ സീറ്റാണ്, അദ്ദേഹം മത്സരിച്ച് ജയിക്കുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾ ഏത് സാഹചര്യത്തിലാണത് പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞത് AICC പ്രസിഡന്റ് അമേഠിയിൽ പരാജയപ്പെടുമെന്ന് ഭയപ്പെടുന്നു. ഓക്കെ, സ്വാഭാവികമാണ്, രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ എത്തണമെങ്കിൽ ഇവിടെ നിന്ന് മത്സരിക്കാം. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ജയിക്കുവാൻ വേണ്ടി കഴിയുന്ന എത്രയോ സീറ്റുകൾ അവരുടെ നേതാക്കന്മാരുണ്ട് എന്ന് പറയുന്നു. തിരുവനന്തപുരം അവർ ജയിക്കുന്ന സീറ്റാണ്. അതുപോലെ തന്നെ കർണാടകത്തിൽ അവർ ഭരിക്കുന്ന സംസ്ഥാനമാണ്, രാജസ്ഥാൻ ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ ഒന്നും നിൽക്കാൻ ധൈര്യം കാണിക്കാതെ അദ്ദേഹം വയനാട്ടിലേക്ക് വരുമ്പോഴേക്കും കോൺഗ്രസ്സിന് പറയാം തെക്കേ ഇന്ത്യ തൂത്തുവാരാണെന്ന്. പക്ഷേ ഞങ്ങളുടെ വെർഷനിൽ, ഞങ്ങളുടെ വിലയിരുത്തലിൽ അദ്ദേഹം ലീഗിൻ്റെ കരങ്ങളിലാണ് ഞാൻ സുരക്ഷിതൻ എന്ന് കണ്ടുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. അത് ഞങ്ങൾ ജനങ്ങളോട് പറയണം. പിന്നെ CPM ഇവിടെ ഇരുന്നു കൊണ്ട് വളരെ അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങേപോലെ, ഞാൻ വളരെ ജൂനിയർ ആളാണ് അങ്ങേക്കാലും, ബഹുമാനപ്പെട്ട കുഞ്ഞിക്കണ്ണൻ അവർ അങ്ങേപ്പോലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തരുത്. ഞങ്ങൾ എവിടെയാണ് പറഞ്ഞത് മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെല്ലാം അപകടകാരികളാണ്, നേതാക്കന്മാരെല്ലാം ഞങ്ങളങ്ങനെ പറഞ്ഞു? ഞങ്ങൾക്ക് ആ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. വിഭജന പ്രമേയം അവതരിപ്പിച്ച പാർട്ടിയാണ്, വിഭജനത്തിൻ്റെ വിത്ത് പേറുന്ന പാർട്ടിയാണ്, അന്നും എന്നും ഉണ്ടായിരിക്കും. നിങ്ങളെപ്പോലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കണ്ടുകൊണ്ട് ആ നിലപാടുകൾ ഞങ്ങൾ മാറ്റം വരുത്തുകയില്ല, വരുത്താൻ സാധിക്കുകയുമില്ല. ഈ നിലപാടിൽ BJP ഉറച്ചു നിൽക്കുമ്പോഴേക്കും ഇതിൽ ഇഷ്ടംപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രവർത്തകർ കടന്നു വരുന്നുണ്ട്. അവർക്കാർക്കും തോന്നിയിട്ടില്ലല്ലോ. പക്ഷേ അങ്ങ് നടത്തിയൊരു പ്രസ്താവനയുണ്ടല്ലോ, ലീഗിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരും നേതാക്കന്മാരും അത്തരക്കാരാണ്, വ്യക്തിപരമായെന്ന് ഞാൻ എവിടെയും പറഞ്ഞില്ല, ഞങ്ങൾ പറയാറുമില്ല. ഞാൻ വേറൊന്ന് പറയട്ടെ, ലോ അക്കാഡമി സമരത്തിൽ ഞാൻ അവിടെ ഉപവാസം കിടന്നപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളും ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കന്മാർ കണ്ട് ഞങ്ങൾക്ക് ആത്മവിശ്വാസം പറഞ്ഞല്ലോ, ഒരു കോമൺ കോസിന് വേണ്ടിയാണ്, ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നു എന്നോട് പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയാണ്. തങ്ങൾ അവിടെ വന്നിരുന്നു, യാദൃച്ഛ്യമായിട്ടാണ് വന്നപ്പോഴേക്കും UDF പന്തൽ വന്നപ്പോൾ തങ്ങൾ ഞങ്ങളെ സന്ദർശിച്ചിരുന്നു. മുസ്ലിം ലീഗ് കേരളത്തിൽ ഭരണത്തിൽ പങ്കാളിയാകുമ്പോൾ ഞങ്ങളുടെ കൂടെ മന്ത്രിമാരാണെന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ പല കാര്യങ്ങൾക്ക് സമീപിക്കാറുണ്ട്. ചില കാര്യങ്ങൾ നടക്കാറുണ്ട്, ചിലത് നടക്കാറില്ല. ഞങ്ങൾ പലപ്പോഴും സൗഹൃദ സംഭാഷണങ്ങൾ നടത്താറുണ്ട്, വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാറുണ്ട്. ഇത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യം. പക്ഷേ ഇത് ഉണ്ട് എന്ന് കരുതി രാഷ്ട്രീയമായിട്ട് മുസ്ലിം ലീഗിനെ എതിർക്കാതിരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. രാഷ്ട്രീയമായിട്ട് എതിർക്കുമ്പോഴേക്കും ആ നിലവാരത്തിരുന്നു കൊണ്ട് ആ നിലപാടിനെയാണ്
വിലയിരുത്തേണ്ടത്. മറിച്ച് ഞങ്ങൾക്ക് ഇസ്ലാമിക സംസ്കാരത്തിൽ ജനിച്ച എല്ലാവരോടും ശത്രുതയാണ്, എതിർപ്പാണെന്നൊന്നും അങ്ങേപോലെ ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ചാനൽ ഇതുകൊണ്ട് പ്രചരിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഏതെങ്കിലും ഒരു വാക്കിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പ്രവൃത്തിയിലോ വാക്കിലോ നോട്ടത്തിലോ അത്തരത്തിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെ ഭയപ്പെട്ടുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുകയില്ല. ശരി. പിന്നെ സനീഷ് ഇവിടെ ഇരുന്ന് പറഞ്ഞല്ലോ പാകിസ്ഥാൻ മോശപ്പെട്ട സ്ഥലമാണ്, അല്ല സനീഷ് പറഞ്ഞോട്ടെ. സനീഷ്, പാകിസ്ഥാനിൽ പല സ്ഥലങ്ങളും ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ മോശപ്പെട്ട സ്ഥലമാണ്. അതിലൊരു മോശപ്പെട്ട സ്ഥലമായിരുന്നു ബാലാക്കോട്ട്. ആ മോശപ്പെട്ട സ്ഥലം തന്നെയാണ് ശക്തമായിട്ട് തിരിച്ചടിയിലൂടെ തകർത്തത്. അതിലൊരു മോശപ്പെട്ട സ്ഥലത്താണ് ഒസാമ ബിൻ ലാദൻ ഒളിവ് കഴിഞ്ഞിരുന്നത്. ആ മോശപ്പെട്ട സ്ഥലത്താണ് അമേരിക്ക കടന്നു കയറിയിട്ട് ബിൻ ലാദനെ പിടിച്ചു കൊണ്ടുപോയി കടലിൽ താഴ്ത്തിയത്. അങ്ങനെയുള്ള നിരവധി മോശപ്പെട്ട സ്ഥലങ്ങളുണ്ട്, മോശപ്പെട്ട ആൾക്കാരുണ്ട്. അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ എന്ന് ഞങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ബാലാക്കോട്ടിലേക്ക് പോ, അല്ലെങ്കിൽ ഇത്തരം കൃത്യമായുള്ള സ്ഥലങ്ങൾ പറഞ്ഞ് അവിടേക്ക് പറഞ്ഞാൽ പോരെ. നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോ എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഗുജറാത്ത് ചീഫ് പറഞ്ഞതിനാണ് ഞാൻ വായിച്ചത് നേരത്തെ. ഇനി നേരത്തെ അതിന് മറുപടി പറയാൻ വിട്ടുപോയി. ഞാൻ പറയാം, അതിന് മറുപടി പറയാൻ വിട്ടുപോയി. അതാണ് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ മസൂദൻ മിസ്രിയോടും രാഹുൽ ഗാന്ധിയോടും ഒക്കെ അങ്ങനെ പറഞ്ഞോളൂ. വേറെ ഇവിടെ ജീവിക്കുന്ന വേറെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സാധാരണ ഒരു പൗരനോടും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. രാഹുൽ ഗാന്ധിയും മൻസൂദൻ മിസ്രിയും ഒക്കെ തന്നെ പാകിസ്ഥാൻ തീവ്രവാദികളെ സംരക്ഷിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതാക്കന്മാർ പറയും, അത്രത്തോളം തീവ്രവാദികളെ സംരക്ഷിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, തീവ്രവാദികളുടെ കാൽ കഴുകാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലോട്ട് പോകുന്ന അമിത്ഷാ ഉദ്ദേശിക്കുന്നതും പാകിസ്ഥാൻ എന്ന ഒരു രാജ്യത്തെ ആകെ തന്നെയാണ്. അതൊരു ശത്രു രാജ്യമാണ്. അത് ശത്രു രാജ്യമാകുന്നത് വിഭജനം കൊണ്ട് മാത്രമല്ല, അത് മുസ്ലിം ആളുകൾ തിങ്ങിപ്പാകുന്ന ഒരു രാജ്യമായതുകൊണ്ടാണ് നിങ്ങൾ അതിനെ ശത്രു രാജ്യമായി കണക്കാക്കുന്നത്. അത്രയേ ഉള്ളൂ. ബാലാക്കോട്ടിലേക്ക് പോയെന്നല്ല, ശത്രുരാജ്യമായിട്ടുള്ള പ്രീണനം നടത്തുകയാണെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോയെന്നാണ് പറയുന്നത്. അത് സനീഷിന്റെ കണ്ണിൽ അല്ലല്ല. സമയം വെറുതെ പോവുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് താങ്കൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുകയും താങ്കൾ പറയുമ്പോൾ തന്നെ വ്യക്തമാവുകയും ചെയ്യുന്ന കാര്യമാണ് ഈ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാം. മതവിഭാഗം തിങ്ങിപ്പാർക്കുന്നത് കൊണ്ട് സ്ഥലമെന്നല്ല, അവിടുത്തെ തീവ്രവാദികളെ സംരക്ഷിക്കുന്നത് കൊണ്ട്, തീവ്രവാദികളെ സംരക്ഷിക്കുന്നത് കൊണ്ട് ആ പ്രവൃത്തി തെറ്റായ അങ്ങനെയാണെങ്കിൽ ശ്രീ വി വി രാജേഷ്, അസീമാനന്ദ എന്ന് പറയുന്ന തീവ്രവാദി ഉണ്ടല്ലോ, എത്രയോ ഹിന്ദുത്വ തീവ്രവാദികൾ ഇരായിട്ടുണ്ട്. മതം തലക്ക് കയറി പിടിച്ച് തീവ്രവാദികളായ എത്രയോ ആളുകളുണ്ട്. അവരുടെ നാടുകളിലേക്ക് പോകുമെന്ന് പറയുന്നില്ലല്ലോ. അവരുടെ നാടുകളിലേക്ക് പോകുന്നു എന്ന് പറയുന്നില്ലല്ലോ താങ്കളുടെ പാർട്ടിക്കാർ. ഞാൻ വേറെ ചോദിക്കട്ടെ, ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചോട്ടെ. സൗദി അറേബ്യ ഉൾപ്പെടെ UAE ഉൾപ്പെടെയുള്ള ഇസ്ലാമിക സംസ്കാരത്തിൽപ്പെട്ട രാജ്യങ്ങൾ നരേന്ദ്രമോദിയായിട്ടും BJP ആയിട്ടും ഇന്ത്യ ആയിട്ടും എന്ത് നല്ല സൗഹൃദത്തിലാണ്. UAE ഏറ്റവും മികച്ച അവാർഡ്, ഇസ്ലാമിക സംസ്കാരത്തിൽപ്പെട്ട രാജ്യത്തിലെ അവാർഡ് നരേന്ദ്രമോദി കൊടുത്തല്ലോ. ഞങ്ങൾ അങ്ങനെയുള്ളവരെ എതിർഭാഗത്തിലാണ് കാണുന്നതെങ്കിൽ ആ അവാർഡ് നരേന്ദ്രമോദി കിട്ടുമോ? ഇപ്പോൾ സൗദി രാജകുമാരനല്ലേ പറഞ്ഞത് അഭിനന്ദൻ വർദ്ധമാനെ തിരിച്ചു വിടണമെന്ന് പലരും പറഞ്ഞുകൊണ്ടത് അദ്ദേഹമല്ലേ പറഞ്ഞത്? ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടെ ഐക്യരാഷ്ട്രസഭയിൽ 44 രാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രമേയത്തെ പിൻഗാമിയില്ലേ സനീഷ്? ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് എത്തുകയാണ്. അതായത് നിങ്ങൾക്ക് ഈ സൗദി അറേബ്യയോ മറ്റു രാജ്യങ്ങളെല്ലാം മാറ്റിവെച്ചാലും പാകിസ്ഥാൻ ഒരു മോശം സ്ഥലമാണ്. അത് താങ്കൾ സമ്മതിക്കുകയാണ് ചെയ്തിരിക്കുന്ന ഒന്ന്. പാകിസ്ഥാൻ ഒരു മോശം സ്ഥലമാണ്. ആ മോശം സ്ഥലത്തോട് ചേർത്ത് വെച്ച് വയനാടിനെ അപമാനിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്തത്. നിങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? പാകിസ്ഥാൻ ഒരു മോശം സ്ഥലമാണ്. ബാലാക്കോട്ട് മറ്റൊന്നുമല്ല. പാകിസ്ഥാൻ ഒരു മോശം സ്ഥലമാണ്. ആ മോശം സ്ഥലത്തോട് ചേർത്ത് വെച്ച് വയനാടിനെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. MI ഷാനവാസ് മത്സരിച്ചപ്പോഴൊന്നും ഈ അമിത്ഷായ്ക്കൊന്നും അങ്ങോട്ട് കണ്ണുമില്ല. ശ്രീ വി വി രാജേഷ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുമ്പോഴല്ലേ നിങ്ങൾക്കത് അതുകൊണ്ട് ഉണ്ടാക്കാവുന്ന വോട്ട് അത് ചെന്ന് പ്രസംഗിച്ച് ഈ ഹിന്ദുത്വ വോട്ട് പരമാവധി സമാഹരിക്കാനുള്ള നിങ്ങളുടെ ശ്രമമൊക്കെ വിജയിക്കുകയുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ PM സുരേഷ് ബാബു, കോൺഗ്രസ് നേതാവ് നമ്മുടെ PM സുരേഷ് ബാബു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നത്? മുസ്ലിം ലീഗിനെയും വയനാടിനെയും ആകെ തന്നെയും അപമാനിക്കുന്ന പരാമർശം ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ, BJPയുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നത് എന്ന ചോദ്യമാണ് CPM ഉന്നയിക്കുന്നത്. അതിനെതിരെ വിമർശിക്കാനും CPM വേണം, അതിനെതിരെ പരാതി കൊടുക്കാനും CPM വേണം. നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ്. അതല്ല, ഇതില് ഞങ്ങൾക്കൊരു പ്രവർത്തന ശൈലി ഉണ്ടല്ലോ സനീഷ്. ഞങ്ങൾക്കൊരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ കാലം മുതൽക്ക് തന്നെ നമ്മൾ കാണിച്ചതാണ്. ഒരു ചെകിടത്തടി കൊണ്ടാൽ മറ്റേ ചെകിട്
കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കുള്ള ഒരു സമീപനം. പക്ഷേ പൂർണ്ണാർത്ഥത്തിൽ ഞാനത് അംഗീകരിക്കുന്നൊന്നുമില്ലെങ്കിലും അല്ല, ഇത് CPM സുരേഷ് ബാബു ഇത് അതുപോലെയല്ലോ. ഇത് നിങ്ങളുടെ ചെകിടത്തല്ല അടിയേൽക്കുന്നത്, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളുടെ ചെകിടത്ത് അടിയേൽക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ ചെകിടത്ത് മാറി മാറി തല്ലുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്വന്തം ചെകിടത്തല്ല കൊള്ളുന്നത് എന്ന കാര്യം മറക്കരുത്. നിങ്ങൾ അവരെ സംരക്ഷിക്കാൻ പോലും നിൽക്കുന്നത്, ഒരു വാക്ക് പോലും പറയാൻ തയ്യാറാകുന്നില്ല. അല്ല, അതെന്താണെന്നുള്ളത് നമുക്ക് ഞങ്ങൾ ഈ കാര്യത്തിൽ പാകിസ്ഥാനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശത്രു രാജ്യങ്ങളോടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധത കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തയ്യാറില്ലാത്തൊരു ജനസമൂഹം ഇന്ത്യ രാജ്യത്തുണ്ടെന്ന് ഉള്ളതാണ് ഞങ്ങളുടെ ഖണ്ഡിതമായ അഭിപ്രായം. നരേന്ദ്രമോദിയല്ല, അമിത്ഷായല്ല, ആരെന്ത് പറഞ്ഞാലും പാകിസ്ഥാൻ പക്ഷപാതികളാണ് കോൺഗ്രസും എന്നൊക്കെ പറയുന്നത് തികഞ്ഞ ഒരു തരം എന്താണ് അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ടത്, അത്രയ്ക്ക് അവഗണിക്കപ്പെടാൻ മാത്രമുള്ള പരാമർശമായിട്ടാണ് അതിനെക്കുറിച്ച് തോന്നുന്നത്. ഏതായാലും പാർട്ടി നേതൃത്വം അക്കാര്യത്തിൽ, പാർട്ടി നേതൃത്വം ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല, കുറേയധികം ആളുകൾ പുറത്തായിരുന്നു. ഞങ്ങൾ ഒരുപാട് സ്ഥാനാർത്ഥികൾ അപ്പുറത്തൊക്കെ മത്സരിക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു വാർ റൂമിന് പ്രത്യേകിച്ച് പെട്ടെന്ന് ആ മറുപടികൾ തയ്യാറാക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് മാത്രമായിരിക്കില്ല CPM സുരേഷ് ബാബു, അതുകൊണ്ട് മാത്രമായിരിക്കില്ല. ഒരുപക്ഷെ ഈ പറയുന്ന ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാനാണ് അമിത്ഷാ ഈ ഒരു പരാമർശം വയനാടിനെ വെച്ച് നടത്തുന്നതെങ്കിൽ അതേ ഹിന്ദു വോട്ടുകൾ അതിനെ എതിർത്താൽ തങ്ങൾക്ക് കിട്ടാതെ പോകും എന്ന രാഷ്ട്രീയ കണ്ണുകൂടെ ഉണ്ടാകും എന്ന് ഒരു പ്രാഥമികമായ ആലോചനയിൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് അമിത്ഷായും BJPയും ഇത് പറഞ്ഞിട്ട് വയനാട്ടിൽ നോക്കൂ, മുസ്ലിം ലീഗിന്റെ കൊടി പാടുന്നു, പാകിസ്ഥാനെ പോലെ ഉണ്ട്, അവിടെ പോയി മത്സരിക്കുകയാണെന്ന് പറയുമ്പോൾ അവിടെ സമാഹരിക്കാവുന്ന ഹിന്ദു വോട്ടുകളുണ്ടല്ലോ, അത് BJPയിലേക്ക് എത്തും. അതേ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിനും ആവശ്യമാണ്. ഒരല്പം മൃദു ഹിന്ദു ലൈൻ ആ ഭാഗത്ത് കോൺഗ്രസിനുണ്ട് താനും. അതുകൊണ്ട് അതിനെ എതിർത്താൽ, അമിത്ഷാ പറയുന്നതിനെ എതിർത്താൽ ആ ഹിന്ദു വോട്ടുകൾ ഇങ്ങോട്ട് വരാതിരിക്കുമോ എന്ന ശരിയല്ലാത്തൊരു രാഷ്ട്രീയ കണ്ണുകൂടെ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കണം. അത് മുസ്ലിം ലീഗിനെ വഞ്ചിക്കുന്ന നിലപാടാണ് എന്നുകൂടെ കാണുകയില്ലേ ആ ഭാഗത്തുള്ള ആളുകൾ? CPM അദ്ദേഹം യാത്രയിലാണെന്ന് തോന്നുന്നു, ടെലിഫോണിൽ ബുദ്ധിമുട്ടുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ രാഷ്ട്രീയമാണല്ല, രാഷ്ട്രീയമായിട്ട് വോട്ട് സമാഹരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിണറായി വിജയൻ തൊട്ട് കോടിയേരി ബാലകൃഷ്ണൻ തൊട്ട് താങ്കൾ വരെ പറയുന്നതിൽ രാഷ്ട്രീയമുണ്ടാകുമായിരിക്കും. ഇത് BJPക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കും അവിടെ എന്നത് വസ്തുതയല്ലേ? പാകിസ്ഥാനെതിരെ, വയനാടിനെതിരെ, മുസ്ലിം ലീഗിന്റെ കൊടിപാറുന്നതിനെതിരെ ആവർത്തിച്ച് അമിത്ഷായെ പോലെ ആ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തുള്ള ആളുകൾ അടക്കം പറയുന്നത് ഈ ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാനായിരിക്കുകയില്ലേ? ആ ഹിന്ദു വോട്ടുകളുടെ സമാഹരണം, ഹിന്ദു വോട്ടുകൾ വരുന്നത് തങ്ങൾക്ക് കൂടെ വേണം എന്ന തോന്നലുള്ളത് കൊണ്ടായിരിക്കുമോ കോൺഗ്രസ് മിണ്ടാതിരിക്കുന്നത്? വർഗീയ ധ്രുവീകരണം തന്നെയാണ്. ആ രീതിയിൽ ഭൂരിപക്ഷ മതത്തിൻ്റെ വോട്ട് ബാങ്ക് രൂപീകരിക്കുക എന്നുള്ളതാണ് BJPയുടെ ഓരോ രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റിലുമുള്ളത്. ഇപ്പം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെതിരായിട്ട് ശക്തമായി പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചാൽ അല്പം ചരിത്രം പറയേണ്ടി വരും സനീഷ്, എന്നെ തടയരുത്. 1967 EMSൻ്റെ ഗവൺമെൻറ്, സപ്തകക്ഷി ഗവൺമെൻറ്, മലബാറിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഏറനാടും ഈ പ്രദേശങ്ങൾ ചേർത്തുകൊണ്ട് ഒരു ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ചു, മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ല രൂപീകരണത്തിൻ്റെ നടപടിക്രമങ്ങളെ ഏറ്റവും ശക്തമായി എതിർത്ത് രംഗത്ത് വന്നത് RSSും ജനസംഘവുമാണ്. അവരെന്നുയർത്തിയ മുദ്രാവാക്യത്തിൻ്റെ മറ്റൊരു രൂപമാണ് അമിത്ഷായുടെ പ്രസ്താവനയെ നമ്മൾ കാണുന്നത്. അത് കുട്ടി പാകിസ്ഥാനായിരിക്കും എന്ന് അന്ന് ജനസംഘവും RSSും പറഞ്ഞു. കുട്ടി പാകിസ്ഥാൻ എന്ന RSSിൻ്റെയും ജനസംഘത്തിൻ്റെയും മലപ്പുറം ജില്ല രൂപീകരണത്തെ കുറിച്ചുള്ള ആ വിശേഷണം വെള്ളം തൊടാതെ വിഴുങ്ങിയത് ഏറ്റെടുത്തത് നമ്മുടെ കോൺഗ്രസ്സുകാരാണ്. കേരള നിയമസഭയുടെ നടപടിക്രമങ്ങൾ, പ്രൊസീഡിങ്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, നിയമസഭക്കകത്ത് കോൺഗ്രസ് പ്രതിനിധികൾ മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ അത് കുട്ടി പാകിസ്ഥാനാകുമെന്ന് പറഞ്ഞു. എല്ലാ കാലത്തും ഈ BJPയുടെ അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കുക എന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഒരു സവിശേഷതയാണ്. ദേശീയ തലത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്തരം ഒരു പ്രസ്താവന അമിത്ഷാ നടത്തിയപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അവരൊരു നിലപാട് സ്വീകരിക്കുന്നില്ല. അവർ പച്ചക്കൊടി ഉപയോഗിക്കരുതെന്ന് പറയാനാണ് ശ്രമിച്ചത്. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അമിത്ഷായും BJPക്കാരും ഇങ്ങനെ ഒരു പ്രചരണം നടത്തിയപ്പോൾ അവിടെ പച്ചക്കൊടി ഉപയോഗിക്കരുത് എന്ന് പറയാൻ ആണ് ശ്രമിച്ചത്. പച്ചക്കൊടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയാണ്. സനീഷൻ ഇവിടെ പറഞ്ഞതുപോലെ, സജീവനോട് സൂചിപ്പിച്ചതുപോലെ, മുസ്ലിം ലീഗിൻ്റെ വർഗീയ നിലപാടുകളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് വർഗീയ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ ആ പാർട്ടി നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചൊരു പാർട്ടിയാണ്. അവർക്ക് അംഗീകൃതമായ കൊടിയുണ്ട്, ചിഹ്നമുണ്ട്. അവരവരെ കൊടി പിടിക്കുന്നതിനെ, അവരെ രാഷ്ട്രീയ സ്വത്വത്തെയോ സാമൂഹ്യ സ്വത്വോ പ്രകാശിപ്പിക്കുന്നതിനെ എങ്ങനെയാണ് മറ്റൊരു പാർട്ടിക്ക് അത് പാകിസ്ഥാന്റെ ചിഹ്നമായി കാണാൻ കഴിയുക? അത് പാകിസ്ഥാന്റെ നിറമായിട്ട് കാണാൻ കഴിയുക? അവിടെയാണ് കടുത്ത വർഗീയതയാണ്, വിദ്വേഷ പ്രസ്താവനയാണ് ഇത്. പിന്നീട് എൻ്റെ സുഹൃത്ത് VV രാജേഷ് ഇവിടെ ഞാൻ പറയാത്ത കാര്യമൊക്കെ എൻ്റെ പേരിൽ ആരോപിക്കുക. ഞാൻ ലീഗ് നേതാക്കന്മാരെ പറ്റി എൻ്റെ വിമർശനം, നിങ്ങൾ മുസ്ലിം ലീഗിനെ വിമർശിച്ചോ, പാകിസ്ഥാനാണ് വയനാടെന്ന് പറയരുത്.
അങ്ങനെ പാകിസ്ഥാനാണ് വയനാടെന്ന് പറയുന്നത് ന്യൂനപക്ഷ മതസമൂഹങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു പ്രദേശമായതുകൊണ്ടാണ് അത്തരമൊരു പ്രസ്താവന വയനാട്ടിലെ ജനങ്ങളെ അപമാനിക്കലാണ്. അത് മാപ്പർഹിക്കാത്ത ഒരു തെറ്റ് തന്നെയാണ്, കുറ്റം തന്നെയാണ്. അമിത്ഷായെ പോലുള്ള ആള് നടത്തിയ ഈ പ്രസ്താവനക്കെതിരെ ഒരു ജനാധിപത്യ, ഒരു ബഹുസ്വരത അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഘടകകക്ഷി ആവേണ്ട ലീഗ് കോൺഗ്രസിന് ബഹുസ്വരത അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരായിട്ട് ശക്തമായി രംഗത്ത് വരാൻ കോൺഗ്രസ് ബാധ്യസ്ഥമാണ്. കോൺഗ്രസ് വരുന്നില്ല. കോൺഗ്രസിന്റെ ഈ കുറ്റകരമായ മൗനം BJP അജണ്ടയിലാണ് അവർ കളിക്കുന്നത് എന്നതുകൊണ്ടാണ്. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. കോൺഗ്രസ് നേതാക്കളെ ഞങ്ങൾ നോക്കുന്നു ടെലിഫോണിലൂടെ. എല്ലാവരിലേക്കും വരാം. ശ്രീ BV രാജേഷ്, ഇവിടെ ഈ രാഷ്ട്രീയമായിട്ടുള്ള വിമർശമാണ് ഇതെന്ന് പറയുമ്പോഴും ഈ മുസ്ലിം ലീഗ് എത്രയോ വർഷമായിട്ട്, എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. ആ സർക്കാരിനെ, ആ മുന്നണിയെ ആവർത്തിച്ച് ഓരോ 5 വർഷം കൂടുമ്പോൾ അധികാരത്തിലേൽക്കുന്ന ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ആയിട്ടുള്ള ജനങ്ങൾ ഈ മുസ്ലിം ലീഗിനെയും കൂടെ വിശ്വാസത്തിലെടുത്തിട്ടാണ് അവർക്ക് അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഈ ജനാധിപത്യ സംവിധാനങ്ങൾക്കകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന എത്രയോ പതിറ്റാണ്ടുകളായ ഒരു മുന്നണിക്കകത്തുള്ള ആ മുന്നണിക്ക് വിജയം വാങ്ങിക്കൊടുക്കുന്ന, അവർക്ക് വേണ്ടി ഭരണം നടത്തുന്ന, വിദ്യാഭ്യാസം പോലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളടക്കം ഭരിച്ചിട്ടുള്ള ഈ പാർട്ടിയെ നിങ്ങളുടെ ദേശീയ അധ്യക്ഷൻ അവിടെ നിന്ന് ഒരു നാടിനോട് ചേർത്ത് അപമാനിച്ചു വിടുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ BV രാജേഷും ഞങ്ങളെല്ലാവരെയും പോലെ ഇത് ശരിയല്ല എന്ന് താങ്കളുടെ നേതാവിനോട് പറയാനുള്ള അവസരമാണ് ആയിട്ടാണ് ഇതിനെ കാണേണ്ടിയിരുന്നത്. അത് ചെയ്യുന്നില്ല താങ്കൾ, എന്തുകൊണ്ടാണ്? അല്ല, ഞങ്ങളൊക്കെ വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് തന്നെ അമിത്ഷാജി കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞുവല്ലോ എന്നുള്ളതാണ് ഞാൻ കാണുന്നതിലെ പോസിറ്റീവ് സൈഡ്. സനീഷേ, മുസ്ലിം ലീഗ് 50 അല്ല 500 വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായിരുന്നാലും അവരിനി മുഖ്യമന്ത്രി ആയാലും ഞങ്ങൾ ലീഗിനെ കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാട്, അവരുടെ തുടക്കം, അവരുടെ വിഭജന വിത്തുകൾ, അവർ പാകുന്ന മനുഷ്യ മനസ്സുകളിൽ അവർ പാകുന്ന വിഭജനത്തിൻ്റെ വിത്തുകൾ ഞങ്ങൾ ഓൾവേസ് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അത് വസ്തുതയാണ്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അവർ ഉൾപ്പെടെയുള്ളവരും കോൺഗ്രസ് നേതാക്കന്മാരും BJP ഇപ്പോൾ 23 സംസ്ഥാനവും രാജ്യവും ഭരിച്ചിട്ടും ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ അവർ വിമർശിക്കുകയല്ലേ? അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾക്കെതിരെ പ്രചരണം നടത്തുവാനല്ല, ഞങ്ങൾക്ക് ഒരു അസഹിഷ്ണുതയില്ലല്ലോ. പുഞ്ചിരിയോടുകൂടിയല്ലേ, നല്ല കോൺഫിഡൻസിൽ ഞങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ ലീഗിന് എത്രയൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായുള്ള ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറയും. ഞങ്ങൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു, ഇനിയും പറയും. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഞങ്ങൾ പറയുകയുമില്ല. ഇവിടെ 2-3 കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ കണക്ക് ഞാൻ അവസാനം പറയാം, സമയം കിട്ടുന്നതനുസരിച്ച് പറയാം, കാര്യം ചരിത്രം എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ശ്രീ കുഞ്ഞിക്കണ്ണൻ അവർ പറഞ്ഞു, കുട്ടി പാകിസ്ഥാൻ മലപ്പുറം ജില്ല വിഭജിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ വസ്തുതയല്ലേ? ബഹുമാനപ്പെട്ട അങ്ങയുടെ നേതാവ് ബഹുമാനപ്പെട്ട VS എന്താ പറഞ്ഞത്? ഒരു പ്രത്യേക സമുദായത്തിന് എൻട്രൻസ് പരീക്ഷകളിൽ റാങ്കുകൾ കിട്ടുന്നു എന്ന് VS പറഞ്ഞു. VSനെതിരായിട്ട് പാർട്ടിക്കുള്ളിൽ ശക്തമായ വിമർശനം വന്നില്ലേ? ബഹുമാനപ്പെട്ട VS പറയുന്നത് ന്യൂസ് പേപ്പർ വായിച്ചിട്ട് മാത്രമല്ല, അദ്ദേഹത്തിന് കിട്ടിയ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന വർഷങ്ങളോളം കേരളത്തിൽ പ്രവർത്തിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞില്ലേ 2020 ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് ബഹുമാനപ്പെട്ട VS പറഞ്ഞില്ലേ? VS അങ്ങയുടെ നേതാവല്ലേ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവല്ലേ? ബഹുമാനപ്പെട്ട AK ആന്റണി എന്താ പറഞ്ഞത്? മതന്യൂനപക്ഷം ഞാൻ പറയട്ടെ അല്ലല്ല, എനിക്ക് തന്നെ ഇതൊന്നും ശരിയല്ലോ എന്ന് തോന്നുന്നു. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയാൽ ഈ ചർച്ച കേൾക്കുന്ന ആളുകൾ ഇതെല്ലാം വസ്തുതയാണെന്ന് വിചാരിക്കും. അദ്ദേഹം പറയട്ടെ, പറഞ്ഞതിന് ശേഷം വരാം. KT കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം പറഞ്ഞു VS അച്യുതാനന്ദൻ ഈ മട്ടിൽ അമിത്ഷാ പറയുന്നത് പോലെ ഇതൊരു പാകിസ്ഥാനാണ്, കുട്ടി പാകിസ്ഥാൻ പറഞ്ഞു മലപ്പുറത്തെ പറ്റി. എനിക്ക് VS അച്യുതാനന്ദന്റെ പാകിസ്ഥാനെ മലപ്പുറം ജില്ല ഒരു കുട്ടി പാകിസ്ഥാനാണെന്നോ ഒരു കേരളത്തിൽ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. VS പറഞ്ഞ കാര്യങ്ങൾ
ഞാൻ പറഞ്ഞ കാര്യം രാജേഷേ, പറഞ്ഞില്ല എന്ന് അന്ന് പറഞ്ഞാൽ അത് അന്ന് തെളിയിക്കണം. ഈ രാജേഷ് ന്യായീകരിക്കാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് BJP ആണ്. എല്ലാവരെയും മലപ്പുറത്തെ കുട്ടിപ്പാകിസ്ഥാനാക്കുന്നു എന്ന് പറഞ്ഞത് BJP ആണ്. അദ്ദേഹം അതാണല്ലോ പറഞ്ഞത്. യാതൊരു ഈ ധർമ്മബോധവുമില്ലാതെ VS അച്യുതാനന്ദൻ പറഞ്ഞു എന്ന് താങ്കൾ പറയുന്ന കാര്യം പോലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള വിമർശമാണ്. അവിടെയുള്ള ആളുകൾ മാർക്ക് ഉണ്ടാക്കുന്നു എന്നോ മറ്റോ ആണ് പറഞ്ഞത്, ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ. അത് രാജ്യത്തിനകത്തുള്ള ഒരു വിമർശമാണ്. നിങ്ങളാണെങ്കിൽ നിങ്ങൾ തീവ്രവാദത്തിന്റെ കേന്ദ്രമായി കാണുന്ന പാകിസ്ഥാനുമായി ചേർത്ത് വെച്ചിട്ടാണ് ഇതിനെല്ലാം കാണുന്നത്. അവിടെയാണ് വ്യത്യാസം കിടക്കുന്നത് ശ്രീ ബി രാജേഷ്. അതായത് രാജ്യത്തിനകത്ത് അവിഭാജ്യ ഘടകമായിട്ടുള്ള ഒരിടത്തുണ്ടാകാവുന്ന ചില സംഗതികളെ കുറിച്ച് VS അച്യുതാനന്ദൻ പറയുന്നു. രാജ്യത്തിന് പുറത്ത് തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന പാകിസ്ഥാൻ എന്ന ചീത്തപ്പേര് രാജ്യദ്രോഹികൾ ഇന്ത്യക്ക് വിരോധികളായിട്ടുള്ള ആളുകളോട് ചേർത്തിട്ട് നിങ്ങൾ പറയുന്നു. അവിടെ വ്യത്യാസമുണ്ട് ശ്രീ ബി രാജേഷ്. അല്ല, സനീഷ് തികച്ചും ഇൻജസ്റ്റിസ് ആണ് എന്നോട് കാട്ടുന്നത്. ഞാൻ AK ആന്റണിയുടെ പോയിന്റ് പറയാൻ വന്നപ്പോഴേക്കും അത് കേരള ജനത വീണ്ടും ഓർക്കരുത് എന്നുള്ള അജണ്ട വെച്ചുകൊണ്ട് സനീഷ് തടസ്സപ്പെടുത്തി. പറയൂ, പക്ഷെ അത് പറഞ്ഞാൽ ആ പോയിന്റ് പറഞ്ഞാൽ ഒന്നും കൂടെ തടസ്സപ്പെടുത്തും. ആ പോയിന്റ് പറഞ്ഞോളൂ. അല്ലെങ്കിൽ അങ്ങ് പോയിന്റ് പറയുമ്പോൾ തടസ്സപ്പെടുത്തണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് പറഞ്ഞോളൂ. ശ്രീ AK ആന്റണി പറഞ്ഞല്ലോ, മതന്യൂനപക്ഷങ്ങൾ അനർഹമായ കാര്യങ്ങൾ കൈപ്പറ്റുന്നു എന്ന് പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും AK ആന്റണിക്ക് കേരളം വിടേണ്ട അവസ്ഥ വന്നു. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം കൊണ്ടല്ലേ? ലീഗിന്റെ ഈ സമ്മർദ്ദ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ തുറന്നു കാട്ടുന്നത്. ഞാൻ ചോദിക്കട്ടെ, കണ്ടെയ്നറിൽ നോട്ട് വന്നത് മലപ്പുറത്താണ്. ആദ്യമായി പൈപ്പ് ബോണ്ട് പൊട്ടിയത് മലപ്പുറത്താണ്. SDPIയുടെയും NDFന്റെയും ഒരിക്കലും കേരള പോലീസ് റെയ്ഡ് ചെയ്യാൻ പോലും ഭയക്കുന്ന ഗ്രീൻ വാലി എന്നുള്ള സ്ഥാപനം ഉള്ളത്, മതപരിവർത്തനം നടത്തുന്ന ലവ് ജിഹാദിന്റെ കേന്ദ്രമായ ഗ്രീൻ വാലി ഉള്ളത് മഞ്ചേരിയിലാണ്. എന്തേ ഇതൊക്കെ പറയുമ്പോഴേക്കും നിങ്ങളുടെയൊക്കെ നെറ്റ് ചുളിയുന്നത്? എന്ന് മാത്രമല്ല, അക്കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുകയാണ്. ഇതിനെല്ലാത്തിനും മറുപടി പറയുക എന്ന് വെച്ചാൽ ആളുകൾ ഇതങ്ങ് വിശ്വസിച്ചുകളയും. ഞാൻ ഇടപെടുകയാണ് ശ്രീ ബി രാജേഷ്. ശ്രീ എ സജീവൻ ഇത്തരത്തിൽ ഇതുവരെ പറയാൻ സമയം കിട്ടാതിരുന്ന, ഇടം കിട്ടാതിരുന്ന വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ BJPക്ക് അവസരം കിട്ടി എന്നത് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ അവിടുത്തെ മത്സരത്തിനായുള്ള വരവിന്റെ ഒരു ഫലമായിട്ട് കാണേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ നമ്മൾ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് തന്നെ പറഞ്ഞത്. കാരണം ഈ BJP അവരെ ഏതാണ്ട് കൈവിട്ട് അവരുടെ പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെടും. അവരുടെ ആ പാർട്ടിക്ക് അകത്ത് തന്നെ വലിയ ബോംബ് സ്ഫോടനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവർ പാർട്ടിയിലെ ഏറ്റവും ഉന്നതരായ നേതാക്കന്മാർ പുറത്തു പോകുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും മറ്റാർക്കും ഇങ്ങനെ ആ പാർട്ടിയിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത രൂപത്തിൽ അവർ തഴയുന്ന രൂപത്തിൽ എത്തിയിട്ട് അതിൻ്റെയൊക്കെ പ്രതിഫലനം സ്വാഭാവികമായിട്ടുണ്ടാകും. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ, കോടതി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ഈ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കും ഇതിൽ രൂക്ഷ വിമർശനം വരുന്നു. ഈ തകർച്ചയുടെ ഓരോ പടവും കണ്ടു കൊടുക്കുന്നത്. അപ്പോഴാണ് അവസാനം കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ, കഴിഞ്ഞ തവണ ബാബരി മസ്ജിദായിരുന്നു, ഇത്തവണ അതിന് പകരം വേറെ വികസനം എടുത്തിടാൻ നോക്കിയപ്പോഴേക്ക് അത് നടക്കുന്നില്ല. അതെല്ലാം തിരിച്ചടിക്കുകയാണ്. അപ്പോൾ പരമാവധി വർഗീയത, അതാണ് പാകിസ്ഥാൻ. ഇവിടെ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ എന്തുകൊണ്ടാണ് കശ്മീർ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായത്? ഏറ്റവും ഒടുവിൽ ഇമ്രാൻ്റെ ഒരു പ്രകീർത്തന പ്രസംഗം കൂടി നടന്നല്ലോ. ഈ നരേന്ദ്രമോദി വിജയിച്ചു വരണം, അദ്ദേഹത്തിൻ്റെ പാർട്ടി വിജയിച്ചു വരണമെന്ന് പറഞ്ഞില്ലേ? അവിടെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം ഈ പാകിസ്ഥാനും ഈ കശ്മീർ പ്രശ്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പരമാവധി പ്രശ്നം ഉണ്ടാക്കുന്നു. ഈ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചപ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ ആയുധമായിട്ട് മാറ്റുകയും അത് ഉത്തരേന്ത്യയിൽ വലിയ വോട്ട് ബാങ്ക് ആക്കി മാറ്റാൻ ശ്രമിക്കുകയുമാണ്. കാരണം അവർക്കറിയാം ഉത്തർപ്രദേശിൽ വലിയ പ്രശ്നമാണ്. കോൺഗ്രസ് വേറെയാണെങ്കിൽ പോലും അവിടെ BSPയും SPയും വലിയ ശക്തിയായിട്ട് മുന്നേറുകയാണ്. ഇവിടെയൊക്കെ ഇനി പരമാവധി വർഗീയത സൃഷ്ടിച്ചുകൊണ്ട്, മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ട്, ഈ മുസ്ലിം വിരോധം ഇവിടെ പറയുമ്പോൾ കേരളത്തിൽ കുറച്ച് വോട്ട്, മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതില്ലാതാവുന്നുള്ളല്ല. അവർക്ക് പരമാവധി വോട്ട് കിട്ടാവുന്ന എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഹിന്ദു വർഗീയത ആളിക്കത്തിച്ചിട്ട് എത്രയും ഉണ്ടാക്കണം. ഇപ്പോഴും കഴിഞ്ഞ ദിവസവും നടന്നല്ലോ ഈ അഖിലാഖിനെ കൊന്നതുപോലെ ഒരു ശ്രമം. അതാണ് അപ്പോൾ സജീവൻ ഇത് യഥാർത്ഥത്തിൽ വയനാടിനെ ലക്ഷ്യമിട്ട് വയനാടിനെ അപമാനിച്ചു കളയാമെന്ന് കരുതിയിട്ടല്ല അമിത്ഷാ ഈ കാര്യം പറയുന്നത്. അത് വിശാലമായിട്ടുള്ള ഒരു ദേശീയ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടാണ്, ദേശീയ രാഷ്ട്രീയ തന്ത്രം വെച്ചുകൊണ്ടാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിലേ പറഞ്ഞ ഇതിന് വയനാട് എന്ന ജില്ല പച്ചയായോ ചുവപ്പായോ എന്നുള്ള എല്ലാ പ്രശ്നം, അതൊരു പ്രശ്നം. രാഹുൽ ഗാന്ധി ഇവിടെ നിന്നാൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം നേരത്തെ രാജേഷ് പറഞ്ഞു, ഇവിടെ മറ്റെവിടെയെങ്കിലും മത്സരിച്ചു, തിരുവനന്തപുരത്ത് മത്സരിച്ചുകൂടെ?
തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നല്ലോ ശശി തരൂരാണ്. അതേപോലെ വയനാട്ടിൽ ജയിച്ച് ലീഗേറില്ലല്ലോ. പണ്ട് AK ആന്റണിക്ക് തിരുരങ്ങാടി വിട്ടുകൊടുത്ത പോലെ ലീഗ് വിട്ടുകൊടുത്ത സ്ഥലമല്ലല്ലോ വയനാട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഈ മണ്ഡലം രൂപീകരിച്ച അന്ന് മുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു വന്ന 2 തവണ ജയിച്ചു വന്ന സ്ഥലത്താണല്ലോ ഈ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നത്. 543 മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ വയനാടിന് മാത്രം അസ്പൃശ്യത. കേരളത്തിൽ എവിടെയാണെങ്കിലും ഇതേപോലെ പച്ചക്കൊടി കാണുമല്ലോ. തിരുവനന്തപുരത്താണെങ്കിൽ പച്ചക്കൊടി ഇല്ലാതിരിക്കുമോ? അതാണ് ഞാൻ തിരിച്ചു പറയാം. ശ്രീ സജീവൻ, നമുക്ക് സമയക്കുറവുണ്ട്. ശ്രീ വി രാജേഷ് ആവശ്യത്തിന് സമയം കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടുള്ളതായിട്ട് മനസ്സിലാവുന്നു. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ഒരു പ്രശ്നമുള്ളത് വി രാജേഷ് ആവർത്തിച്ച് പറയുന്നത് ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് ഈ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന കാര്യത്തിൽ CPM-നും ഇല്ലല്ലോ അഭിപ്രായ വ്യത്യാസം. മുസ്ലിം ലീഗ് ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന, എത്രയോ വർഷം അധികാരത്തിലിരുന്ന, അവരുടെ ജനാധിപത്യത്തോടുള്ള കൂറ് തെളിയിച്ച ഈ മുസ്ലിം ലീഗിനോട് വർഗീയ പാർട്ടിയാണ് എന്ന അഭിപ്രായം താങ്കളുടെ പാർട്ടിക്കുമുണ്ട്. വി രാജേഷ് പറയുകയാണ് വിഭജനത്തിന് കാരണക്കാരായ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് എന്ന്. ആ മുസ്ലിം ലീഗ് വിഭജിച്ച് പാകിസ്ഥാനിലേക്ക് പോയി. അപ്പോഴും രാജ്യത്തോട് കൂറ് പ്രഖ്യാപിച്ച് ഇവിടെ നിന്ന് പ്രവർത്തിച്ച ആളുകളാണ് ഈ മുസ്ലിം ലീഗ് എന്ന് അറിയുന്ന താങ്കളെ തടയുന്ന പോലുമില്ല. താങ്കളുടെ പാർട്ടിക്കാർക്കുമില്ല ഒരേ അഭിപ്രായം. ഉള്ള അതേ അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. CPM സ്വീകരിക്കുന്നു. അദ്ദേഹം ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഞാൻ ഇടയ്ക്ക് കയറി ഇടപെട്ടതിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുമുണ്ടായിട്ടുണ്ട്. CPM നേതാക്കൾ തന്നെയും ഇതിനെ വർഗീയ പാർട്ടിയായിട്ട് കാണുന്നത് കൊണ്ട്, അവർ ആവർത്തിച്ച് പല പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് കുറച്ച് എളുപ്പമാണ് വി രാജേഷും അമിത്ഷായ്ക്കും വയനാട്ടിലെ മുസ്ലിം ലീഗ് ഇത്രക്ക് കുഴപ്പക്കാരാണെന്ന് സ്ഥാപിക്കാൻ. അത് നിങ്ങളുടെ കൂടെ പിശകാണ്. കാണുന്നുണ്ടോ അത്? ഇല്ല, നമ്മൾ ഇങ്ങനൊരു യുക്തിയിൽ ഈ വിഷയം ചർച്ച ചെയ്താൽ എവിടെ എത്തൂല. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് മതത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നൊരു പാർട്ടിയാണ്, BJPയും മതത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന പാർട്ടിയാണ്. ആ അർത്ഥത്തിൽ രണ്ടും വർഗീയ പാർട്ടിയാണ്. പക്ഷേ BJPയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മുസ്ലിം ലീഗ് അത്ര കടുത്തൊരു വർഗീയ പാർട്ടിയല്ല. BJP എന്ന് പറയുന്നത് ഇന്ത്യയിൽ മതരാഷ്ട്രം ഉണ്ടാക്കണമെന്ന് വാദിക്കുന്ന RSSനാൽ നയിക്കപ്പെടുന്നൊരു പ്രസ്ഥാനമാണ്. അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? ഇന്ത്യയിൽ മതരാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് മതപരമായ ഒരുപാട് വിഷയങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക മതസമൂഹത്തിൻ്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. മതത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ലളിതമായ ഭാഷയിൽ, ലളിതമായ രാഷ്ട്രീയത്തിൽ നമ്മൾ എന്ത് പറയുന്നത്? വർഗീയത എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് ആ അർത്ഥത്തിലൊരു വർഗീയ പാർട്ടിയാണ്. പക്ഷേ BJPയുമായി താരതമ്യം ചെയ്യുമ്പോൾ മുസ്ലിം ലീഗ് അത്തരം ഒരു വർഗീയ പാർട്ടിയല്ല. BJP ഒരു മതരാഷ്ട്രം ലക്ഷ്യം വെക്കുന്ന, ഇന്ത്യയുടെ ഭരണഘടനയുടെ മതനിരപേക്ഷ മൂല്യങ്ങളെയും ഫെഡറൽ മൂല്യങ്ങളെയും എല്ലാം തകർക്കുന്ന, ഹിന്ദുത്വത്തിലേക്ക് എല്ലാത്തിനെയും വിലയിപ്പിക്കണമെന്ന് വാദിക്കുന്ന ഹിന്ദു രാഷ്ട്രവാദത്തിൻ്റെ സിദ്ധാന്തത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. ഇപ്പോൾ CPM മുസ്ലിം ലീഗിനെതിരായി നടത്തുന്ന വിമർശനത്തിൻ്റെ ഒരു തലത്തിൽ നിന്നേയല്ല BJP ഉയർത്തുന്നത്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിനെ വിമർശിച്ചോട്ടെ, മുസ്ലിം ലീഗിനെ വിമർശിച്ചോട്ടെ. എന്തിനാണ് വയനാട് പാകിസ്ഥാനാണെന്ന് പറയുന്നത്? അങ്ങനെ പാകിസ്ഥാനാണെന്ന് പറയുന്നതിന് പിറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധമായ ഒരു രാഷ്ട്രീയമാണ്. മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ അത് കുട്ടി പാകിസ്ഥാനാകും എന്ന് പ്രഖ്യാപിച്ച ആളുകളുടെ ഇന്നത്തെ ഒരു മുദ്രാവാക്യമാണ്, ഇന്നത്തെ ഒരു രാഷ്ട്രീയമാണ് വയനാട് പാകിസ്ഥാനാണ്. അതെന്തിനാണ് പറയുന്നത് എന്ന പ്രാഥമികമായ ചോദ്യത്തിലേക്ക് അതായത് എന്തിനാണ് പാകിസ്ഥാനാണ് വയനാട് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ പോരെ രാഷ്ട്രീയമായിട്ട്? അത് സനീഷേ, ഞാൻ മനസ്സിലാക്കുന്ന അമിത്ഷാജി ഇങ്ങനെ പ്രസംഗിച്ചതിൻ്റെ കാര്യം, ഒരു പക്ഷേ അദ്ദേഹം ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന വ്യക്തിയാണല്ലോ. ലോകത്ത് നിന്ന് പോലും പല ആൾക്കാരും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്ന തരത്തിലുള്ളൊരു നേതാവാണല്ലോ. എവിടെന്നെങ്കിലും അദ്ദേഹത്തിന് ഈ ദൂരെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ കൊടി പാറുന്ന കൂടുതൽ കാണാൻ പറ്റുള്ളൂ. നിങ്ങളെപ്പോലുള്ള ചാനലുകളിൽ പച്ചക്കൊടി മാത്രം ഇങ്ങനെ പാറുന്നു. അത് രാഹുൽ ഗാന്ധി വന്നിറങ്ങിയ ഉടൻ തന്നെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന വാഹനം തന്നെ ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രമാണിയായിട്ടുള്ള നേതാവിൻ്റെ വാഹനം. ആ വാഹനം വിട്ടുകൊടുത്താൽ ഞാൻ തെറ്റായി കാണുന്നില്ല, കൊണ്ടുപോകുന്നു. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും വലതു ഭാഗത്ത് പിന്നെ എന്താ കുഞ്ഞാലിക്കുട്ടിയും ഇടതുഭാഗത്ത് PK ബഷീർ നിൽക്കുന്നു. രമേശ് ചെന്നിത്തല വളരെ ദൂരെ വ്യക്തമായിട്ടുണ്ട്. ഒരു പക്ഷേ എത്രയോ വർഷമായിട്ട് അവരുടെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. ഘടകകക്ഷി നേതാക്കൾ അപ്പുറം ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയായിക്കോട്ടെ. അല്ല ലീഗ് തന്നെ, ലീഗിൻ്റെ പാതാരബന്ധങ്ങളിൽ AICC പറഞ്ഞ് സാഷ്ടാംഗ പ്രണാമം നടത്തിയിരിക്കുമ്പോൾ, അതും ചത്ത കുതിരയെന്ന് ലീഗിനെ വിശേഷിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ മകൻ്റെ മകൻ, നെഹ്റുവിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ആൾ
അദ്ദേഹം തള്ളിപ്പറഞ്ഞ ലീഗിന്റെ അല്ല അതിലെ പ്രാഥമികമായ കാര്യം ശ്രീ വി വി രാജേഷ് താങ്കൾ അത് മനസ്സിലാക്കാത്ത എന്താണെന്ന് എനിക്ക് സംശയം വരുന്നു. അതായത് ഇവിടെ BJP-യുടെ ഘടകകക്ഷി നരേന്ദ്രമോദി അവിടെ പ്രഭാഷണത്തിനോ പ്രചാരണത്തിനോ ചെല്ലുമ്പോൾ BJP-യുടെ ഒരു ഘടകകക്ഷി അപ്പുറം നിൽക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? എത്രയോ പതിറ്റാണ്ടുകളായി മുസ്ലിം ലീഗ് അവരുടെ ഘടകകക്ഷിയാണ്. രാഷ്ട്രീയമായിട്ട് PK കുഞ്ഞാലിക്കുട്ടി അപ്പുറത്ത് നിൽക്കുന്നത് തെറ്റാണല്ലോ. അത് പറയേ നിങ്ങൾ. PK കുഞ്ഞാലിക്കുട്ടി അവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ്, എന്ത് തെറ്റാണുള്ളത്? തെറ്റല്ല സനീഷ്, അത് തെറ്റല്ല, അത് ശരിയാണ്. ഞങ്ങൾ തെറ്റായിട്ടല്ല പറയുന്നത്, ഞങ്ങൾ അത് ശരിയാണ്. PK കുഞ്ഞാലിക്കുട്ടിയും PK ബഷീറും തന്നെയാണ് രാഹുൽ ഗാന്ധി വരുമ്പോഴേക്കും സ്വീകരിച്ചു കൊണ്ടുപോകേണ്ടത്. മുസ്ലിം ലീഗിന് കൂടുതൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പാറിക്കളിക്കേണ്ടത് കൂടുതലും ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ പതാകയായിരിക്കും. ആ ശരി ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുക മാത്രമേ ഞങ്ങൾ ചെയ്തുള്ളൂ. അതായത് ശ്രീ വി വി രാജേഷ്, താങ്കൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അമിത്ഷാ വന്ന് ഇറങ്ങുമ്പോൾ BDJS പുറത്ത് വന്ന് നിൽക്കില്ലേ? തുഷാർ വെള്ളാപ്പള്ളി വന്ന് നിൽക്കില്ലേ? തുഷാർ വെള്ളാപ്പള്ളി ഒരു സമുദായത്തിന്റെ നേതാവല്ലേ? ഒരു ജാതിയുടെ നേതാവല്ലേ? ഒരു ജാതി പാർട്ടിയുടെ നേതാവല്ലേ? അദ്ദേഹം വന്ന് നിൽക്കുമ്പോൾ അത് തെറ്റായ കാര്യമാണെന്ന് പറയാനാകുമോ? എന്റെ സനീഷ, ലീഗ് നിന്നത് തെറ്റാണെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ലീഗ് നിന്നത് മുസ്ലിം UDF-ന്റെ ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് ശരിയാണ്. അവരുടെ കൊടി പാറിച്ച് അല്ല, ആ ശരി അവരുടെ മുന്നണി രാഷ്ട്രീയത്തിൽ അത് ശരിയാണ്. അവരുടെ മുന്നണി രാഷ്ട്രീയത്തിൽ അത് ശരിയാണ്. ആ ശരി ഞങ്ങൾ വിശദമായിട്ട് രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിധേയമാക്കി, അത്രയേ ഉള്ളൂ. അതാണ് ആ ശരി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ശരി മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ മുസ്ലിം തന്നെയാണ്, എന്ന് വെച്ചാൽ പാകിസ്ഥാൻ തന്നെയാണ്, അത് വെച്ചാൽ വയനാട് പാകിസ്ഥാനെ പോലെയാണ് എന്ന് പറഞ്ഞ് അമിത്ഷാജി പ്രസംഗിക്കുന്ന സ്ഥലത്തുള്ള പരമാവധി ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വർഗീയമായിട്ടുള്ള പരിപാടിയാണിത് എന്നല്ലേ? അല്ല, ഞാൻ ഒറ്റ കാര്യം കൂടി അമിത്ഷാജിയുടെ പ്രസംഗത്തിൽ ഞാൻ വ്യക്തിപരമായിട്ട് വിലയിരുത്തിയ കൂടെ പറയാം. അമിത്ഷാജി രാജ്യം മുഴുവൻ യാത്ര ചെയ്യുമ്പോഴേക്കും ഈ ചാനലുകളിലൊക്കെ ഇപ്പോൾ കാണുന്ന പോലെ കൊടിയൊക്കെ കാണുമ്പോഴേക്കും ചിലർ ഒരു പക്ഷേ അമിത്ഷാജിയോട് ചില സാധാരണപ്പെട്ട പ്രവർത്തകരോ പൊതുജനങ്ങളോ ചോദിച്ചു കാണാം, അയ്യോ ഈ കൊടിയൊക്കെ കാണുമ്പോഴേക്കും രാഹുൽ പാകിസ്ഥാനിലാണോ മത്സരിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു കാണാം. അദ്ദേഹം അതുകൊണ്ടായിരിക്കും ഒരു പൊതുയോഗത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു വികാരം അദ്ദേഹം പ്രകടിപ്പിച്ചതായിരിക്കാം. രാഷ്ട്രീയമായിട്ട് ഈ രാജ്യത്തെ പറ്റി അറിവില്ലാത്തയാളാണ്, ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന പാർട്ടികളെ കുറിച്ച് അറിവില്ലാത്തയാളാണ് അമിത്ഷാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊച്ചാക്കരുത്. അല്ലല്ല, അമിത്ഷായോട് ആരെങ്കിലും ചോദിച്ചു കാണും. അമിത്ഷായോട് എന്താ ജനാധിപത്യ പ്രക്രിയയിൽ പാവപ്പെട്ട സാധാരണക്കാരായ ഒരുപാട് വയനാടിനെ കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാരൊക്കെ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഗ്രാമങ്ങൾക്കാണ്. ഇഷ്ടംപോലെ ഉണ്ടാകും. പക്ഷെ അമിത്ഷാ അങ്ങനെ രാജ്യത്തെ പറ്റി അറിയാത്തയാളാണ്. അങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചാൽ ആ ചോദ്യം പൊതുവേദിയിൽ ചെന്ന് പ്രസംഗിക്കുന്നയാളാണെന്ന് പറഞ്ഞ് കളിയാക്കരുത്. അപ്പൊ അമിത്ഷാജിക്ക് അത് ക്ലാരിഫൈ ചെയ്യണം. എന്നോട് ഇങ്ങനെ ആളുകൾ വന്ന് ചോദിച്ചു, അപ്പോൾ അതല്ല, അതൊരു പാർട്ടിയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ചുമതലയുള്ള ഒരു നേതൃസ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അത് മറക്കരുത്. അല്ല, അതൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ പാർട്ടിയുടെ വിജയിച്ച അഖിലേന്ത്യാ അധ്യക്ഷനായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തോട് സാധാരണ ജനങ്ങൾ പറഞ്ഞൊരു കാര്യം, അവരുടെ പൾസ് അദ്ദേഹം പൊതുസമൂഹത്തോട് പ്രകടിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, സനീഷ് തന്നെ കണ്ടാൽ സംശയം തോന്നൂല ഇത്രയും കൊടികൾ ഇങ്ങനെ പാറുമ്പോ അയ്യോ ഇതെവിടെയാ രാഹുൽ നിൽക്കുന്നതെന്ന്? എനിക്കൊന്നും തോന്നില്ല ശ്രീ വി വി രാജേഷ്, ഒട്ടും തോന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ മലബാർ ഭാഗത്തുള്ള ആളാണ്. ഇന്ന് മാത്രമല്ല, താങ്കളോട് ആവർത്തിച്ച ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നമ്മളത് പറഞ്ഞതാണ്. അതായത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അക്കാലത്ത് മുഹമ്മദ് അലി ജിന്നയുടെ പാർട്ടി 2 രാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് പാകിസ്ഥാനുമായിട്ട് പോയി. ആ പാർട്ടി പോയി. അന്ന് അവരെ എതിർത്ത് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം വരികയില്ല എന്ന ധീരമായ നിലപാടെടുത്ത് രാജ്യസ്നേഹം ഉറപ്പിച്ച് ഇവിടെ നിന്ന ആളുകളാണ് ഈ മുസ്ലിം ലീഗ്. ഈ മുസ്ലിം ലീഗ് അങ്ങനെയാണ്. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും ഒരേ മുസ്ലിം ലീഗാണെന്ന് ആവർത്തിച്ച് താങ്കൾ പറയുന്നത് ശരിയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. അല്ല, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ബഹുമാന്യരായ നേതാക്കന്മാരുടെ വ്യക്തിപരമായ രാജ്യസ്നേഹത്തെ ഞാൻ ഒരിക്കലും കുറച്ച് കാണുന്നില്ല, ചോദ്യം ചെയ്യൽ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അന്നത്തെ മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്ന മലബാർ ജില്ലാ പ്രസിഡന്റ് സത്താർ സേട്ടാണ് പാകിസ്ഥാൻ പൗരത്വം സ്വീകരിച്ചത്. പാകിസ്ഥാന്റെ അംബാസഡർ സൗദി അറേബ്യയിൽ പോയി. ആരുമില്ല. ശരി, നമുക്കിത് അവസാനിപ്പിക്കാം. രാജേഷ് അല്ല, ഞാൻ പറഞ്ഞ സത്താർ സേട്ട് അങ്ങനെ ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? ശ്രീ വി വി രാജേഷ്, നമ്മുടെ രാജ്യം ഒന്നിച്ചു നിന്ന രാജ്യം പിളർന്നാണ് 2 രാജ്യങ്ങൾ ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം. കുറെ ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. കുറെ മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അങ്ങോട്ട് പോകാനില്ല, ഇതാണ് ഞങ്ങളുടെ രാജ്യം എന്ന് പറഞ്ഞ് നിന്ന ആളുകളാണ് ഇവിടെയുള്ള ആളുകൾ എന്ന കാര്യം മറക്കരുത്. അക്കാര്യം ഒന്നും കൂടെ പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ വി വി രാജേഷ്, ശ്രീ എ സജീവൻ, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇടയ്ക്ക് ടെലിഫോണിലൂടെ എത്തിയതിന് ശ്രീ PM സുരേഷ് ബാബുവിനും നന്ദി. അമിത്ഷാ
വയനാടിനെ അപമാനിച്ചോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 87% പേരും അപമാനിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വയനാടിനെ അപമാനിക്കാനായിരുന്നു എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13% പേർക്ക് മാത്രമേ അമിത്ഷായുടേത് വയനാടിനോടുള്ള അപമാനം അല്ല എന്ന അഭിപ്രായമുള്ളൂ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.